അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഫഅ്ബുദ്ഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമീയ. വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അനസ്, അബ്ദുൽ ബാരി, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും പോഷക സംഘടനകളുടെയും രണ്ടത്താണി മണ്ഡലത്തിലെ കർമ്മോത്സുകരായ നേതാക്കളെ, പ്രവർത്തകരെ, ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം അടുത്തുനിന്നും അകന്നു നിന്നും കേൾക്കുന്ന പ്രിയപ്പെട്ട സത്യാന്വേഷികളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും സുഖം, ദുഃഖം, സന്തോഷം, സങ്കടം, എളുപ്പം, പ്രയാസം, ലാഭം, നഷ്ടം, രോഗം, ആരോഗ്യം, അല്ലേ, നമ്മുടെ ജീവിതം കടന്നു പോകുന്ന എന്തൊക്കെ അവസ്ഥകളുണ്ട്. ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നെഞ്ചോട് ചേർത്തു പിടിച്ചു ജീവിക്കലാണ് രക്ഷയുടെയും വിജയത്തിൻ്റെയും മാർഗം എന്ന് മനസ്സിലാക്കി തെക്കുവയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന മുത്തക്കികളിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന ഹസനാത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന കേരളത്തിലെ ആധികാരിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനം അതിൻ്റെ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിശ്രമമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദഅവത്തുകളുടെ ഭാഗമെന്നോണം ഈ രണ്ടത്താണി പ്രദേശത്തെ ഇസ്ലാഹി പ്രവർത്തകർ രൂപം കൊടുത്ത ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സംഗമത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഇത് ആദർശ വിശദീകരണ സംഗമമാണ്. എന്താണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ആദർശം? അത് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചു കൊടുക്കുന്ന ആദർശം എന്താണ്? അത് വിശദീകരിക്കുക എന്നതാണ് ഇന്നത്തെ ഈ ഒരുമിച്ച് കൂടലിൻ്റെ ആകത്തുക.
ആർക്കാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്? ആർക്കാണ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഈ ലോകത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആരാധനകളൊക്കെയും എൻ്റെ ജീവിതം തന്നെ അള്ളാഹു സൃഷ്ടിക്കാൻ കാരണമായ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ച എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായ ആ ആരാധനയുണ്ടല്ലോ. ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നത്? ഡോക്ടർ ആവാനാ? എഞ്ചിനീയർ ആവാനാ? ഇവിടെ വലിയ വലിയ വീടുണ്ടാക്കാനാ? ഒരുപാട് സ്ഥലം വാങ്ങാനാ? പണക്കാരനാവാനാ? എന്തിനാ അള്ളാഹു എന്നെ സൃഷ്ടിച്ചത്? അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് എനിക്ക് നിശ്ചയിച്ചു തന്ന ആയുഷ്കാലം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അതിൻ്റെ ഇടക്ക് എനിക്കിവിടെ ജീവിക്കണം, ഭക്ഷണം കഴിക്കണം, വീട് വേണം, താമസം വേണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ അധ്വാനിച്ച് സമ്പാദിച്ച് എനിക്കുണ്ടാക്കാം. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ അള്ളാഹുവിനെ ആരാധിച്ചു ജീവിക്കലാണ്. ആ ആരാധന അഷ്ഹദു, ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നല്ല, ഞാൻ അറിയുന്നു എന്നല്ല, അഷ്ഹദു, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹും എനിക്കില്ല. അല്ലാഹു ഇലാഹാണ് എന്നല്ല, അല്ലാഹുവാണ് എൻ്റെ ഇലാഹ് എന്നല്ല, എനിക്ക് അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് ഒരു ഇലാഹും ഇല്ല എന്ന് ഞാനിതാ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. എന്താ ഇലാഹ് എന്ന് പറഞ്ഞാല്? ഇലാഹ് എന്ന വാക്കിനെ ഏറ്റവും ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിച്ചവരൊക്കെ അതിന് കൊടുത്ത അർത്ഥം ലാ മഅബൂദാന. എന്താ മഅബൂദ് പറഞ്ഞാല്? ആരെയാണോ നമ്മൾ ആരാധിക്കുന്നത് അതിന് മലയാളത്തിൽ പറയുന്ന പേര് ആരാധ്യൻ എന്നാണ്. ഒരാരാധ്യനും എനിക്കില്ല അല്ലാഹു അല്ലാതെ. എൻ്റെ ജീവിതത്തിൽ ആരാധനയായിട്ട് എന്തൊക്കെയുണ്ടോ, ആരാധനയിലേക്ക് നയിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിന് മാത്രം. സഹോദരൻ അബ്ദുൽ ബാരി നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ബലികർമ്മമടക്കമുള്ള ആരാധനാകർമ്മങ്ങൾ, വ മഹ്യായ, എൻ്റെ ജീവിതം, വ മമാത്തി, എൻ്റെ മരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുക ഖുർആനിലെ. എന്താണ്? ഇതൊക്കെ അല്ലാഹുവിന് മാത്രമായിരിക്കും. അല്ലാഹുവല്ലാത്ത ഒരാളിലേക്കും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ചെറിയ അംശം പോലും ഞാൻ തിരിക്കുകയില്ല. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒന്ന്, ആരാധനകൾ ഉണ്ടാകും, രണ്ട്, ആ ആരാധനകൾ അല്ലാഹുവിന് മാത്രമായിരിക്കും. അതാണ് ഒന്നാമത്തെ ഷഹാദത്ത് കലിമ. രണ്ടാമത്തെ കലിമ ഏതാണെന്നറിയോ? വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തും. അതെങ്ങനെ? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അത് സാക്ഷ്യപ്പെടുത്തും. എങ്ങനെ? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ചത് എങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കണം എന്ന് എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെ തന്നെ അല്ലാഹുവിനെ ആരാധിച്ച് ഞാൻ ജീവിക്കും. ആ റസൂലുള്ള പഠിപ്പിക്കാത്തത് എൻ്റെ ആരാധനകൾ ഉണ്ടാവുകയില്ല, ആ റസൂലുള്ള കാണിച്ചു തരാത്തത് എൻ്റെ ആരാധനകളിൽ ഉണ്ടാവുകയില്ല. കാരണം ആ റസൂലിനെ അല്ലാഹു തആല അയച്ചത് ഞാൻ എങ്ങനെ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് എന്നെ പഠിപ്പിക്കാനാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിച്ചു പോകുന്നതിന്റെ മുമ്പായി ഈ ലോകത്ത് പ്രഖ്യാപിച്ച മഹത്തായ ഒരു പ്രസ്താവനയുണ്ട്. എന്താണെന്നറിയോ?
സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാതൊന്നും ഞാൻ പറയാതെ പോയിട്ടില്ല. രണ്ടാമത്തേത്, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നുപോലും പറയാതിരുന്നിട്ടില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുക. എന്താ അതിന്റെ അർത്ഥം? സ്വർഗത്തിൽ പോകാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നുപോലും വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ അറിയോ? സ്വർഗത്തിൽ പോകാൻ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത്തഹിയ്യാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോ എന്റെ വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ഞാൻ ചൂണ്ടിപ്പിടിക്കണം. ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. വിരല് ചൂണ്ടിപ്പിടിക്കൽ പുണ്യമുള്ള കാര്യമാണെങ്കിൽ ഞാൻ 4 വിരലും ചൂണ്ടിപ്പിടിക്കും, 4 ഇരട്ടി കൂലി വന്നോട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഇടത്തെ കൈയിന്റെ വിരലും ചൂണ്ടിപ്പിടിക്കും എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഞാന് അതേ ചെയ്യൂ. അപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കും, എന്റെ ആരാധനകൾ അള്ളാഹുവിന് മാത്രമായിരിക്കും, വേറെ ഒരു ആരാധന എനിക്കില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ എന്നെ പഠിപ്പിച്ചത് അതനുസരിച്ചായിരിക്കും എന്റെ ജീവിതമെന്ന ആ മഹത്തായ പ്രഖ്യാപനം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമായി വരുന്നുണ്ട്. 2 കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഈ പ്രഖ്യാപിച്ച പോലെ നമ്മൾ ജീവിക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് എന്തൊക്കെ ആരാധനയാണോ ഞാൻ ചെയ്യേണ്ടത് ആ ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രം അനുഷ്ഠിച്ച് വേറെ ഒരു ഇലാഹ് എൻ്റെ ജീവിതത്തിലില്ലാതെ ആരാധനയുടെ ഒരു തരി പോലും വഴിമാറിപ്പോകാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചു ജീവിക്കണം. അതോടൊപ്പം എങ്ങനെയാണോ അള്ളാഹുവിനെ ആരാധിച്ചു ജീവിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് അതേപോലെ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാവണം എൻ്റെ ജീവിതത്തിന്റെ കർമ്മങ്ങളൊക്കെ. അതാണ് ഒന്നാമത്തെ ബാധ്യത. അത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറെ ആര് ചെയ്താലും അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടൂല. നേരത്തെ എൻ്റെ സഹോദരൻ അബ്ദുൽ ബാരി സൂചിപ്പിച്ച ആ ഒരു സംഭവമല്ലേ, പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട മകളെ വിളിക്കുന്നുണ്ട്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ ബടവാ. ആരാ ഫാത്തിമ? ഹബീബായ റസൂലിന്റെ 7 മക്കളിൽ 6 മക്കളും മരിച്ചു പോകുമ്പോൾ ഈ ലോകത്ത് ബാക്കിയാകുന്ന റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ വിളിക്കണേ, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മോളെ ഇവിടെ വാ, ഞാൻ എൻ്റെ വാപ്പേണ്, അള്ളാന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ്, സ്വർഗമുറപ്പുള്ള ആളാണ്. അതുകൊണ്ട് മോളെ നീ അനക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോ, ഇടങ്ങേറാവണ്ട, പരലോകത്ത് നിന്റെ കാര്യം ഈ ബാപ്പ നോക്കിക്കോളാ എന്നാണോ റസൂല് പറഞ്ഞത്? അല്ലല്ലോ. എന്തേ പറഞ്ഞത്? അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നിന്റെ കാര്യം നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നീ തന്നെ നോക്കണം കേട്ടോ, ഈ ബാപ്പക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ 2 ഷഹാദത്ത് കലിമയും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതനുസരിച്ച് ജീവിക്കണം. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. അതിൻ്റെ കൂടെ നമ്മുടെ മേൽ നിക്ഷിപ്തമാകുന്ന 2ാമത്തെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതെന്താണെന്നറിയങ്ങള്? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ ആദർശമുണ്ടല്ലോ, ഈ ആദർശം നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അതെന്റെ ഉത്തരവാദിത്തമായി മാറും. ലോകത്തിന്റെ എല്ലാ കാലത്തും ആളുകൾക്ക് വിശ്വാസപരമായ കർമ്മപരമായ അബദ്ധങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അവരെ തിരുത്തുവാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. പ്രവാചകന്മാർ വരാത്ത ഒരു ജനപദവും ഒരു സമൂഹവും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ ഭാഗത്ത് ജനങ്ങൾ ഉണ്ടായിരുന്നോ അപ്പോഴൊക്കെ ആ ജനങ്ങളിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? നേരത്തെ ഓതി വെച്ച ആയത്തില്ലേ, എന്തായത്ത്? അല്ലാഹു അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഓരോ നാട്ടിലും മുക്കിലും മൂലയിലും ഓരോ സമുദായത്തിലും ഓരോ ജനപദത്തിലും പ്രവാചകന്മാർ വന്നത്.
ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോയിട്ട് ഏകദേശം 15 നൂറ്റാണ്ട് പൂർത്തിയാവുകയാണ്. ഈ 15 നൂറ്റാണ്ടിൽ ഈ ലോകത്ത് ജനിച്ച കോടിക്കണക്കിന് മനുഷ്യന്മാർ, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 800 കോടിയിലധികമുള്ള മനുഷ്യന്മാർ, നാളുകളിൽ ജീവിക്കാനിരിക്കുന്ന കോടിക്കോടി മനുഷ്യന്മാർ, അവർക്കാരാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുക? അവരോട് ആരാണ് മുഹമ്മദ് നബിയുടെ ചര്യയെ പിൻപറ്റി ജീവിക്കണമെന്ന് ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഇനിയൊരു പുതിയ പ്രവാചകൻ വരാനില്ല, ഇനിയൊരു പുതിയ വേദഗ്രന്ഥം വരാനില്ല. ആരാണ് ഈ ലോകത്തിന് ഇനി ഈ വെളിച്ചം, സ്വർഗത്തിലേക്കുള്ള വഴി ആരാണ് കാണിച്ചു കൊടുക്കേണ്ടത്? ആരാ കാണിച്ചു കൊടുക്കേണ്ടേ? എന്റെ അയൽവാസിയായി പാർക്കുന്ന മുസ്ലിം അല്ലാത്ത സഹോദരന്മാർ, എന്റെ അയൽപക്കത്ത് പാർക്കുന്ന ഇസ്ലാമിനെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത സഹോദരന്മാർ, എന്റെ കൂടെ പാർക്കുന്ന ഇസ്ലാമിനെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത സഹോദരന്മാർ, പ്രിയപ്പെട്ടവരെ, ആരാണ് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ആരവർക്ക് പറഞ്ഞു കൊടുക്കും? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹന്നാസ് ഇഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ എന്നാ വിളിച്ചേ, മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ ആരാധിക്കണം. ആരെയാണ് ആരാധിക്കേണ്ടത്? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് എത്ര കോടി മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ടോ അവരെയൊക്കെ സൃഷ്ടിച്ച, ആകാശത്തെ മേൽപ്പൂരയാക്കിയ, ഭൂമിയെ വിരിപ്പാക്കി തന്ന, ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കി ഭൂമിയിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ മുളപ്പിച്ചു തന്ന ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്. ഇത് ആരോടുള്ള ആയത്താ? നമ്മളാ അള്ളാഹ്നല്ല ആരാധിക്കണത് ആണല്ലോ. പക്ഷേ ഈ വർത്തമാനം, ഈ പ്രഖ്യാപനം ആരോട് പറയേണ്ട പ്രഖ്യാപന? നമ്മുടെ അയൽപക്കങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ, മനുഷ്യരും മരങ്ങളും ഖബറുകളും ജാറങ്ങളും അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളായ വസ്തുക്കളെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോടാണ് ഖുർആനിന്റെ വാക്ക്, ജനങ്ങളെ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. സൃഷ്ടാവായ സകലതിനെയും സൃഷ്ടിച്ച, ആകാശഭൂമികൾ സൃഷ്ടിച്ച, മഴ പെയ്യിക്കുന്ന, ഭക്ഷണം നൽകുന്ന ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽപക്കത്തുള്ള ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയെ ആരാധിക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരു സഹോദരനോട് ഈ ആയത്ത് ആരാണ് സഹോദര പറഞ്ഞു കൊടുക്കുക? അത് പറഞ്ഞു കൊടുക്കാൻ പുതിയ നബി വരുമോ? ആ ആള്, ആ സഹോദരൻ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിൽ തുറന്നിട്ട്, ഷോക്കേഴ്സ് തുറന്നിട്ട്, ഖുർആൻ പരിഭാഷ എടുത്തിട്ട് അയാൾ ഒറ്റക്ക് ആ ഖുർആന്റെ ആയത്ത് വായിച്ചിട്ട് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കുവോ? അതിനാണോ ആയത്ത്? അല്ലല്ലോ. എന്തിനാ അള്ളാഹു നമ്മളെ ഈ ആദർശത്തിലേക്ക് വഴി നടത്തിയത്? നമ്മളാരും ഇസ്ലാം മതം പൈസ കൊടുത്ത് വാങ്ങിയതല്ലല്ലോ. നമ്മളാരും ഇസ്ലാം മതം വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയതല്ലല്ലോ. അള്ളാഹു നമുക്ക് സൗജന്യമായി, ഒരു സമ്മാനമായി, ഒരു ഹിദായത്തായി നൽകിയതല്ലേ ഇസ്ലാം മതം. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരിൽ പലർക്കും കിട്ടാത്ത ഒരു ഹിദായത്ത് എന്തിനാ അള്ളാഹു നമുക്ക് തന്നത്? അത് നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തത്തിന്റെ നിർവഹണത്തിനാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്ത ലോകത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം ചുറ്റുപാടുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇതുപോലത്തെ ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നത്. ഇതൊരു പ്രഖ്യാപനമാണ്. കേൾക്കാം, ആർക്കും കേൾക്കാം, സ്വീകരിക്കാം, ഇഷ്ടമുള്ളവന് സ്വീകരിക്കാം, താല്പര്യമില്ലാത്തവർക്ക് തള്ളിക്കളയാം. പക്ഷേ ഇതൊരു പ്രഖ്യാപനമാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നീ എന്തുകൊണ്ട് നിനക്ക് ലഭിച്ച ആദർശത്തെ കുറിച്ച് നിന്റെ ചുറ്റുപാടുകളോട് പറഞ്ഞില്ല എന്ന പടച്ച റബ്ബിന്റെ ഒരു ചോദ്യത്തിന് അല്ലാഹുവേ, എന്നാലാവും വിധം, എനിക്ക് കഴിയും വിധം, എനിക്ക് സാധിക്കും വിധം അല്ലാഹുവേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ, റബ്ബിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ഒരു ഉത്തരമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ, അതിന്റെ പോഷക സംഘടനകളുടെ മുഴുവൻ ദഅ്വാ പ്രവർത്തനങ്ങളും ആ ഉത്തരത്തിനു വേണ്ടി മാത്രമാണ്. അല്ലാതെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനോ സംഘടന വലുതാക്കാനോ മറ്റെന്തെങ്കിലും മത്സരങ്ങൾക്ക് വേണ്ടിയോ ഈ പ്രസ്ഥാനം ദഅവത്ത് നടത്താറില്ല. ദഅവത്ത് ഒരു ബാധ്യതയാണ്. നിങ്ങൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകൻ,
ആ ജനതയ്ക്കൊരു കൽപ്പന കൊടുത്തു. അള്ളാന്റെ കൽപ്പന പ്രകാരം കടൽ തീരത്ത് മീൻ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു ആ ജനത. അവർ മത്സ്യബന്ധനമാണ് അവരുടെ ഉപജീവന മാർഗം. അള്ളാഹു അവരെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലെ ഒരു പ്രവാചകൻ മുഖേന, ആ പ്രവാചകൻ മുഖേന അള്ളാഹു ആ ജനതയോട് കൽപ്പിച്ചു, ഇനി മുതൽ നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസം മീൻ പിടിക്കാൻ പാടില്ല, 6 ദിവസം മീൻ പിടിക്കാം, 7ാമത്തെ ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല എന്ന ഒരു കൽപ്പന ആ പ്രവാചകൻ മുഖേന അള്ളാഹു ആ ജനതയ്ക്ക് കൊടുക്കുക. അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്ന് ഓരോ കൽപ്പനകളിലൂടെയാണ് അള്ളാഹു നിശ്ചയിക്കുക. ആദം നബിയോടും ഹവ്വയോടും അള്ളാഹു പറഞ്ഞത് വകുലാ മിൻഹാ റഗദൻ, ഈ സ്വർഗത്തിലെ ഏത് പഴങ്ങളും ഏത് വിഭവങ്ങളും ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും തിന്നോളൂ. വലാ തഖ്റബാ ഹാദി ഷജറ, ദാ ഈ കാണുന്ന മരണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, അതിൻ്റെ പഴം തിന്നാൻ പാടില്ല. അപ്പം നിങ്ങൾ അള്ളാന്റെ കൽപ്പന ധിക്കരിച്ച അക്രമികളാകും. എന്തേ ആ മരത്തിന്റെ പ്രത്യേകത? ആ മരത്തിന്റെ പഴം തിന്നാൽ അള്ളാന്റെ അധികാരം നഷ്ടപ്പെടുമോ? അള്ളാഹ്ക്ക് വല്ലതും പറ്റുമോ? ഒന്നും പറ്റൂലല്ലോ. പിന്നെ എന്തിനാ അള്ള പറഞ്ഞത് ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല? അള്ളാഹുവിന്റെ പരീക്ഷണമാണത്. റബ്ബിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? എന്നോട് ഇസ്ലാമിലെ ഒരു പുരുഷനോട് ഇസ്ലാം മതം പറഞ്ഞു, നിങ്ങൾ സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. ഈ സമുദായത്തിലെ പുരുഷന്മാർക്ക് അത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ ഒരു മോതിരം വാങ്ങി വിരലിടാൻ എൻ്റെ കീശയിൽ കാശില്ലാഞ്ഞിട്ടല്ല, ഞാൻ പോയാൽ ജ്വല്ലറിക്കാരൻ മോതിരം തരാഞ്ഞിട്ടല്ല, പിന്നെ എന്തേ ഞാൻ എൻ്റെ വിരലിൽ ഒരു മോതിരിടാത്തത്? ഞാൻ മോതിരിട്ടാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നില്ല. പിന്നെ എന്തേ ഞാൻ എൻ്റെ വിരലിൽ ഒരു മോതിരമിടാത്തത്? എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തുകൂടാ എന്ന്. എന്തിനാ എൻ്റെ റബ്ബ് എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ മോതിരമിട്ടാൽ എൻ്റെ റബ്ബിനെന്ത് നഷ്ടമാണ് ഉണ്ടാവുക? ഒന്നുമില്ലല്ലോ. പക്ഷേ ഞാൻ എൻ്റെ റബ്ബിന്റെ കൽപ്പനയെ പാലിക്കുന്നുണ്ടോ? അതാണ് അള്ളാഹുവിന്റെ പരിശോധന. ആ പരിശോധനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിയർക്ക് കൊടുത്തത്. ഒരു ദിവസങ്ങൾ മീൻ പിടിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അള്ളാഹു ആ പരീക്ഷണത്തിന്റെ ഊക്കൊന്ന് കൂട്ടി ഓലെ വിശ്വാസം എത്ര ഉണ്ടെന്ന് അറിയാൻ. ഈ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ശനിയാഴ്ച ഉണ്ടല്ലോ, ശാബത്തിന്റെ യൗമുസ്സബ്ത്, ശാബത്തിന്റെ ദിവസം, അന്ന് കടലിൽ ഇവർ മീൻ പിടിക്കാൻ പോണ സ്ഥലത്ത് മീൻ ഇങ്ങനെ പൊളക്കാണ്. ബാക്കി 6 ദിവസവും കടലിൽ കാണാത്ത അത്രയും മീൻ ഈ ശനിയാഴ്ച ദിവസം, ഈ മാറ്റിവെച്ച ദിവസം ആ മീൻ ഇങ്ങനെ പൊളക്കാണ്. അപ്പൊ അതിങ്ങനെ കണ്ട കുറെ ആൾക്കാർക്ക് തോന്നിയേ അതിപ്പോഴേ പടച്ചോൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീൻ പിടിക്കാതെ നിന്നാലേ അത് പൊട്ടത്തരാണ്, അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഞാൻ മീൻ പിടിക്കും. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ട്, ചില കാര്യങ്ങളൊക്കെ ആ കച്ചവടം ഇസ്ലാമികമായി ഹറാമാണ്, ആ സാമ്പത്തിക ഇടപാട് ഇസ്ലാമികമായി ഹറാമാണ്, അത് പലിശയാണ്, അത് ഇസ്ലാമികമായി ഹറാമാണ്, ആ കച്ചവടം അത് ഹറാമാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും അങ്ങനെ ഇപ്പത്തെ കാലത്ത് ഹറാമോ അലാതൊന്നും നോക്കി നിന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞാൻ തൽക്കാലം അതൊന്നും അനുസരിക്കൂല, ഞാൻ തൽക്കാലം ആ വഴിക്കാൻ പോവുക, 10 ഉറുപ്യ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് വ്യാഖ്യാനിച്ച് അള്ളാഹു വിരോധിച്ച ഇടങ്ങളിലേക്ക് പോകുന്ന ചില ദൗർഭാഗ്യവാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില ആൾക്കാർ പറഞ്ഞ് ഇനിണ്ടല്ലോ അടുത്ത ശനിയാഴ്ച ഞാൻ മീൻ പിടിക്കും. എന്താ മീന്? ഇത്ര മീന് ആഴ്ചയിൽ 6 ദിവസം ഈ കടലിൽ വരലില്ല, അതുകൊണ്ട് ഇനി അള്ള പറഞ്ഞു നബി പറഞ്ഞു അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അടുത്ത ആഴ്ച പിടിക്കും. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പിടിക്കൂല. അല്ലാഹു തആല പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞതാണ്. അള്ളാന്റെ കൽപ്പന നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളത് തടയാൻ ശ്രമിക്കും. അവ 2 വിഭാഗമായില്ലേ, പിടിക്കുന്നൊരു കൂട്ടര്, തടയുന്നൊരു കൂട്ടര്. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാർ അറിഞ്ഞു ഞങ്ങൾ പിടിക്കാനുമില്ല, ഞങ്ങൾ തടയാനുമില്ല, നിങ്ങൾ എന്താ ചെയ്തോളി, ഞങ്ങൾ അതിനൊന്നുമില്ല. അവർ നിഷ്പക്ഷരെന്ന പേരിൽ അവർ മാറി. പണ്ട് നമ്മുടെ നാട്ടിൽ ചുംബന സമരം നടത്താൻ തീരുമാനിച്ച് പരസ്യമായിട്ട് അങ്ങാടിയിൽ ആണും പെണ്ണും ഒക്കെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന് നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു ചുംബന സമരം തടയും. ചുംബിക്കാൻ വന്ന ആൾക്കാർ 10-50 ആൾക്കാരെ വന്നേ, തടാൻ വന്നോല് 100-500 ആൾക്കാരുണ്ടായിരുന്നു. ഇത് കാണാൻ വന്ന 10,000 ആൾക്കാരുണ്ടായിരുന്നു. കാണണല്ലോ, ചുംബിക്കുകയാണെങ്കിൽ അതൊന്ന് കാണാം, ഇനി ഒരു തടയാണെങ്കിൽ അതൊന്ന് കാണാം. സംഗതി രസമാണല്ലോ. കാഴ്ചക്കാരെ എണ്ണ കൂടുതലായത്. ഇവിടെ അങ്ങനെ തന്നെ പിടിക്കാൻ വന്ന ആൾക്കാരുണ്ടായി, തടയാൻ വന്ന ആൾക്കാരുണ്ടായി. കാഴ്ചക്കാർ മഹാഭൂരിപക്ഷം അവർ പറയല് ഞങ്ങൾ നിഷ്പക്ഷരാണെന്നാ. ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങൾ ഇവിടെ ഇല്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ്.
അപ്പോൾ അങ്ങനെ ശനിയാഴ്ച വന്നു, പിടിക്കാൻ വന്നോല് പിടിക്കാൻ ഒരുങ്ങി, തടയുന്നു പറഞ്ഞോല് തടഞ്ഞു. പക്ഷെ തടയാൻ വന്നോല് കുറച്ചുള്ളതിന്, അതുകൊണ്ട് പിടിക്കാൻ വന്നോലേക്കെന്ന് അവർക്ക് കണക്കിന് കിട്ടി. നല്ല ഉപദ്രവങ്ങളേറ്റ് തടയാൻ വന്നോല് തളർന്നു വീണ്, പിടിക്കാൻ വന്നോല് പിടിച്ചുപോയി. അള്ളാന്റെ ശിക്ഷയൊക്കെ പിന്നെ ഉണ്ടാവുന്നുണ്ട്, അത് വേറൊരു കഥയാണ്. പക്ഷെ ഈ തടയാൻ വന്ന ആൾക്കാർ അടികൊണ്ട് ഒരു ഭാഗത്ത് വീണ് കിടന്നപ്പോൾ കാഴ്ചക്കാരായി നിന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവര് വന്നിട്ട് ഈ വീണ് കിടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാണ്, ലിമ തഅദൂന ഖൗമ, നിങ്ങൾ എന്തിനാ പോലെ ഉപദേശിക്കാൻ പോയത്? ഇപ്പൊ കിട്ടിയില്ല ഇഷ്ടം പോലെ. നമ്മളോട് ചോദിക്കുകയെ, നിങ്ങൾ എന്തിനാ അവിടെ വയൽ പറയാൻ പോയത്? നിങ്ങൾ എന്തിനാ അതിന് പോയത്? ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടിയില്ല നിങ്ങൾക്ക് എന്നൊക്കെ ചിലപ്പോൾ ചില സഹോദരന്മാർ ചോദിക്കാറുണ്ട്. അതേ ചോദ്യം ചോദിച്ചേ. അത് ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല, പിടിച്ചാൽ അള്ളാന്റെ ശാപുണ്ട്, കുറ്റുണ്ട് എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞല്ലേ. അത് ഓൽക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ടല്ലേ ഓല് പിടിച്ചേ. പിന്നെ എന്തിനാ ഞങ്ങളോട് തടയാൻ പോയത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിയത് എന്ന് ഈ കാഴ്ചക്കാരായ ആളുകൾ ഈ സാധു മനുഷ്യന്മാരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്ന ഒരു മറുപടി ഉണ്ട്. പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മനസ്സിന്റെ ഉള്ളിൽ അംഗീകരിച്ച സംഘടനകളില്ലാത്തതുമായ മുഴുവൻ മനുഷ്യരോടും ഞാൻ പറയട്ടെ, ഈ മറുപടി ഹൃദയത്തിന്റെ ചുമരിൽ നമ്മൾ കൊത്തിവെക്കണം. അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞങ്ങൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തടയാൻ വേണ്ടി വന്നത്. ആ 2 കാര്യവും ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒന്ന്, നാളെ പടച്ച റബ്ബ് ഞങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഒരു തെറ്റ് നടന്നിട്ട് നിങ്ങൾ എന്തേ പ്രതികരിക്കാഞ്ഞത് എന്ന് പടച്ച റബ്ബ് ചോദിക്കുമ്പോൾ, നാഥാ ഞങ്ങളെ കൊണ്ടാവും വിധം ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ ദുർബലരായിരുന്നു, പക്ഷെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് മറുപടി പറയണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ തടഞ്ഞത്, അതിൽ ഞങ്ങൾ ജയിച്ചു. ഓല് പിടിച്ചോ അല്ലേന്നല്ല, ഞങ്ങൾ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനും ആ തെറ്റ് ചെയ്യരുത് എന്ന് അവരോട് ഉപദേശിക്കാനും അത് തടയാനും ഞങ്ങൾ എത്തിയോ, ഞങ്ങൾ ജയിച്ചു അള്ളാന്റെ പരീക്ഷയിൽ. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ആ മീൻ പിടിക്കാൻ വന്ന ആൾക്കാരെ ഒരു ഞങ്ങളെ ശത്രുക്കളൊന്നുമല്ല, ഓലോട് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പില്ല. അവരാ തെറ്റ് ചെയ്താൽ അള്ളാന്റെ ഭീകരമായ ശിക്ഷിക്കാൻ പോകുക. അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഒരാളെയെങ്കിലും നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്കായെങ്കിലോ എന്ന സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അവരെ തടയാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഏതൊരു മുസ്ലിമും ദഅവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി വരുമ്പോ അവന്റെ മുമ്പിലുള്ളത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവന്റെ ഹബീബിന്റെ ചുണ്ടിലൂടെ മൻ റആ മിൻകും മുൻകറൻ, മതവിരുദ്ധമായ ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത്, വെറുക്കപ്പെട്ട തെറ്റായ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ, മൗലവിമാരോടല്ല പറഞ്ഞത്, പള്ളിക്കമ്മിറ്റിക്കാരോടല്ല പറഞ്ഞത്, നേതാക്കന്മാരോടല്ല പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച മുഴുവൻ മനുഷ്യരോടുമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. മതവിരുദ്ധമായ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ നിങ്ങളത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതില്ലാതാക്കാൻ ശ്രമിക്കണം. ഒരു തെറ്റ് തെറ്റാണെന്ന് പറയാതിരിക്കാൻ ആവുകയില്ല ഒരു സത്യവിശ്വാസിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദഅവത്ത് നടത്തുന്നത്. രണ്ടാമത്തെ എന്താ, ഈ ആൾക്കാരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഓലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. ഒരാൾക്കൊരു പ്രയാസം വന്നാൽ എല്ലാ മനുഷ്യന്മാരും ഓടി വരല്ലേ, ഒരാൾക്കൊരു സങ്കടം വന്നാൽ എല്ലാവരും വരെ. നമ്മുടെ നാട്ടിലൊക്കെ മേപ്പാടിയിൽ ഉരുൾപൊട്ടലുണ്ടായി, ഞങ്ങളുടെ നാട്ടിലൂടെ ചാലിയാറിലൂടെ ആ മയ്യത്തുകളുടെ ശരീരഭാഗങ്ങളായി കയ്യും കാലുമൊക്കെ വേർപെട്ട് അതങ്ങനെ ഒഴുകി വന്ന് മണലിൽ പൂന്തി കുറ്റിച്ചെടിയിൽ തങ്ങി മരപ്പൊത്തിൽ കുടുങ്ങി പാറപ്പൊത്തിലൊക്കെ തങ്ങി അതങ്ങനെ കിടക്കുന്ന സമയത്ത് അതൊക്കെ എടുക്കാൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ജാതിയില്ലായിരുന്നു, മതമില്ലായിരുന്നു, വർഗമില്ലായിരുന്നു, പാർട്ടി ഇല്ലായിരുന്നു. അവർ മനുഷ്യരായിരുന്നു, നല്ല ചെറുപ്പക്കാരായിരുന്നു. രാവിലെ കാട്ടിലേക്ക് കയറി വൈകുന്നേരം അവർക്ക് ലഭിച്ച മൃതശരീരങ്ങൾ തുണിക്കെട്ടിൽ കെട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന മയ്യത്തുകൾ തോളിൽ തൂക്കിയിട്ട് ഭക്ഷണം കഴിക്കാതെ അവർ നടന്നു വന്ന വരവുണ്ടായിരുന്നു. ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞത്, 2 ആഴ്ച കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്ക് തോളിൽ തൂക്കിയ തുണിക്കെട്ടിലെ 4-5 ദിവസം പഴക്കമുള്ള ആ മയ്യത്തിന്റെ വാസന മൂക്കിലേക്ക് വരികയാണ്. ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അവന്റെ ജാതി മുസ്ലിം ആവണമെന്നില്ല, അവന്റെ ഭാഷ മലയാളമാവണമെന്നില്ല, അവർ മനുഷ്യന്മാരാ. അതുകൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും നാളെ നരകത്തിന്റെ വിറകാവാൻ പാടില്ല എന്ന മാനുഷികമായ ഒരാഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ദഅവ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എന്തിനാണ്
രണ്ടത്താണി മണ്ഡലം കേരള നദുവത്തുൽ മുജാഹിദീൻ ഈ പ്രദേശത്ത് ഒരു ആദർശ പരിപാടി വെച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി ഇത് രണ്ടുമാണ്. ഒന്ന്, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്, പടച്ച റബ്ബേ നീ സാക്ഷിയാണ് എന്ന് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറയണം. രണ്ടാമത്തേത്, നമ്മളെ സ്നേഹിക്കുന്ന പരശതം ആളുകൾ സത്യം മനസ്സിലാവാതെ ഇരുട്ടിന്റെ വഴിയിലൂടെ പോയി നരകത്തിലേക്ക് വീണു പോകാൻ പാടില്ല. ഒരാളെങ്കിലും ഇതിലൊരു സത്യമുണ്ടല്ലോ എന്നാലോചിച്ച് ചിന്തിച്ച് സത്യത്തിന്റെ വഴിയെ വന്നാൽ നമ്മൾ മുടക്കിയ കാശും നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും സാർത്ഥമായി എന്ന് സന്തോഷത്തോടു കൂടി നമുക്ക് സമാധാനിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം പറയാനും അത് ജീവിതത്തിൽ പുലർത്താനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ ആദർശത്തെക്കുറിച്ച് തന്നെയാണ്. ഇവിടെ നേരത്തെ സംസാരിച്ച അബ്ദുൽ ബാരിയുടെ സംസാരം ഞാൻ കേട്ടു. അതിന് മുമ്പത്തെ അനസ്വലാഹിയുടെ സംസാരവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്തായിരുന്നാലും അവരുടെ രണ്ടുപേരുടെ സംസാരത്തിലും നിങ്ങൾ കേട്ട കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും മഹത്വമുള്ള ആ വാചകത്തെക്കുറിച്ചാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് വന്ന 1,00,000-ലേറെ പ്രവാചകന്മാർ, 1,00,000-ലേറെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ മുഖ്യമായ വഹി എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പിന്നെയാണ് ബാക്കിയൊക്കെ. നോക്കൂ നിങ്ങൾ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാലോ. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനാ കർമ്മം നമസ്കാരമാണ്. 5 നേരത്തെ നമസ്കാരം അല്ലാഹു തആല ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി 9 കൊല്ലം കഴിഞ്ഞിട്ടാ. എങ്ങനെ 5 നേരം നിസ്കരിക്കണമെന്ന 5 വക്ത് നിസ്കാരത്തിന്റെ നിർബന്ധം അല്ലാഹു തആല ഈ ഉമ്മത്തിന് നിർബന്ധമാക്കുന്നത് മിഅ്റാജിന്റെ രാത്രിയിലാ. എന്നാണത്? പ്രവാചകനായി 9 കൊല്ലം കഴിയുമ്പോൾ. അതിനുശേഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്, അതിനുശേഷമാണ് സക്കാത്ത് നിർബന്ധമാക്കുന്നത്, അതിനുശേഷമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്, മദ്യം ഹറാമാക്കുന്നത്, പലിശ ഹറാമാക്കുന്നത്, ദാമ്പത്യ ജീവിതത്തിലെ നിയമങ്ങള്, കച്ചവട നിയമങ്ങള്, ഭരണകൂട നിയമങ്ങള്, മര്യാദകള്, ഇതൊക്കെ വരുന്നത് അതിനുശേഷ. അപ്പൊ വിഷയം എന്താ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആദ്യകാല പ്രബോധനത്തിന്റെ 9 കൊല്ലക്കാലം അള്ളാഹുവിന്റെ റസൂല് എന്താണ് മക്കയിൽ പ്രബോധനം ചെയ്തത്? അന്ന് സക്കാത്ത് നിർബന്ധാക്കിയിട്ടില്ല, അന്ന് നോമ്പ് നിർബന്ധാക്കിയിട്ടില്ല, വിവാഹ നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല, വിവാഹ മോചന നിയമങ്ങൾ ഇറങ്ങിയിട്ടില്ല, അനന്തരാവകാശ നിയമങ്ങളായിട്ടില്ല, മദ്യം ഹറാമാക്കിയിട്ടില്ല, പലിശ ഹറാമാക്കിയിട്ടില്ല, സാമ്പത്തിക നിയമങ്ങൾ വന്നിട്ടില്ല, സാമൂഹ്യ നിയമങ്ങൾ വന്നിട്ടില്ല, വൈവാഹിക നിയമങ്ങൾ വന്നിട്ടില്ല, വിവാഹമോചന നിയമങ്ങൾ വന്നിട്ടില്ല, ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ ആ കാലഘട്ടത്തിലെ ആ 9 കൊല്ലത്തെ പ്രവാചകന്റെ പ്രബോധന വിഷയം എന്തായിരുന്നു? അതറിയണമെങ്കിൽ ആ 9 കൊല്ലക്കാലത്തിന്റെ ഇടക്ക് പ്രവാചകൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കണം. ആ വചനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിക്കുന്ന ആ തൗഹീദിന്റെ പാഠങ്ങളാണ് ആ കാലഘട്ടങ്ങളിൽ അത്രയും പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതെ, ഒരു പ്രദേശത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഒരാളെ പ്രവാചകനായിട്ട് അല്ലെങ്കിൽ ഒരു നാട്ടിലേക്ക് ഒരാളെ പറഞ്ഞയക്കുമ്പോൾ നോക്ക്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ പ്രവാചകൻ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നത്, യാ മുആദ്, മുആദേ നീ പോകുന്നത് വേദഗ്രന്ഥത്തിന്റെ ആളുകൾ പാർക്കുന്ന ഒരു നാട്ടിലേക്കാണ്. അതുകൊണ്ട് അവിടെ ചെന്നാൽ നീ ആദ്യം അവരോട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ സത്യസാക്ഷ്യം നീ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്താൽ മുആദേ, പിന്നെ നീ അവരോട് ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറയണം. അത് മനസ്സിലാക്കി നിസ്കരിക്കാൻ അവർ തയ്യാറായാൽ മുആദേ, പിന്നെ നീ അവരോട് പറയണം, കൊല്ലത്തിൽ സ്വത്തിന്റെ നിശ്ചിതമായ കണക്ക് നോക്കി അതിന്റെ ഇത്ര ശതമാനം നിർബന്ധമായ സക്കാത്ത് കൊടുക്കണം എന്ന് നീ അവരോട് പറയണം കേട്ടോ. പ്രബോധനത്തിനൊരു മുൻഗണനാക്രമമുണ്ട്. ചില ആൾക്കാർ പറയും
ഈ ആദ്യം തന്നെ ചെന്നുകാണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളോട് വെറുപ്പേക്കാരം. ആദ്യം നമ്മൾ ഓരോട് നിസ്കരിക്കണം, മാതാപിതാക്കളോടുള്ള കടമയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞ് ഓരങ്ങനെ കാലാകാലത്തിൽ നമ്മുടെ കൂടെ കൂട്ടിയിട്ട് അവസാനം പറഞ്ഞാൽ മതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഓൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാകും എന്നൊക്കെ പറയുന്ന നല്ല മനസ്സുള്ള ചില സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. നോക്കൂ, പ്രബോധനം എന്നത് നമ്മൾ ആവിഷ്കരിക്കേണ്ട, നമ്മൾ നിശ്ചയിക്കേണ്ട ഒരു ഏർപ്പാടല്ല. അത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ഒരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മുൻഗണനാക്രമം, ആദ്യം എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്, പിന്നെ എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്, പിന്നെ എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്, അതിന്റെ കൃത്യമായ മുൻഗണനാക്രമങ്ങളുണ്ട്. നമ്മൾ ചില നാട്ടിലൊക്കെ പ്രസംഗിക്കാൻ ചെല്ലുമ്പോഴേ ചില യൂട്യൂബിലൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില സഹോദരന്മാർ പറയാറുണ്ട്, സ്ഥലങ്ങൾ ഇങ്ങനെ ഈ തൗഹീദൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, നിങ്ങൾ ശിർക്ക് പറഞ്ഞ് ജാറങ്ങളും അക്ബറൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഇടങ്ങേറാ, നിങ്ങൾക്ക് എന്താ അവിടെ വന്നിട്ട് മാതാപിതാക്കളെ കുറിച്ച് കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞൂടെ, നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാലോ എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ചില സുഹൃത്തുക്കളെ സ്നേഹത്തോടു കൂടി നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് നേരത്തെ അബ്ദുൽ ബാരി പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാതെ അവൻ എന്തൊക്കെ പുണ്യം ചെയ്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? വലഖദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലക. മുഹമ്മദ് നബിയെ, നിന്റെ ജീവിതത്തിൽ ശിർക്കിന്റെ ഒരു തരി വന്നു പോയാൽ നിന്റെ ആരാധനകൾ മുഴുവനും പൊളിഞ്ഞു പോകും. രാത്രി മുഴുവനും നിസ്കരിച്ച് പകല് മുഴുവനും നോമ്പ് നോറ്റ് ഒരു തിന്മ പോലും ചെയ്യാതെ ജീവിതം മുഴുവനും പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിച്ച ആ ഹബീബായ റസൂലുണ്ടല്ലോ, ആ റസൂലിന്റെ ജീവിതത്തിൽ പോലും ശിർക്കിന്റെ ഒരു തീപ്പൊരി വന്ന് വീണാൽ ആ പ്രവാചകൻ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു തആല നിരാകരിക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ വലിപ്പത്രയല്ലേ. അപ്പൊ ചില ആളുകൾ പറയും, അതിനെ മുസ്ലിം സമൂഹത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഒരാളുടെ ജീവിതത്തിൽ പിന്നെ ശിർക്ക് വരൂല. നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തോട് ശിർക്കിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആൾക്കാരല്ലേ. ഇവിടുത്തെ ഏത് മുസ്ലിമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തത്? ഇവിടുത്തെ ഏത് മുസ്ലിമിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയാത്തത്? ഇവിടുത്തെ ഏത് മുസ്ലിമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കുന്നത്? ഇവിടുത്തെ ഏത് മുസ്ലിമാണ് പ്രവാചകന്റെ പ്രവാചകത്വം നിരാകരിക്കുന്നത്? എല്ലാവരും അത് ചേർത്ത് പിടിക്കുന്നവരല്ലേ. ഈ ഒരു ജനസമൂഹത്തോട് ഇപ്പൊ ഇശാ നിസ്കാരം നിസ്കരിക്കാൻ പള്ളിയിൽ കയറിയിട്ട് കിബിലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന എത്രയോ സഹോദരന്മാർ, അവരോട് നിങ്ങൾ എന്തിനാണ് ഈ ശിർക്കിനെ പറ്റി പറയുന്നത്? അവർ തൗഹീദിലല്ലേ എന്ന് ചോദിക്കുന്ന നല്ല മനുഷ്യന്മാരെ നമ്മൾ കാണാറുണ്ട്. നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം തന്റെ സഹാബത്തിനെ അഭിസംബോധന ചെയ്യുകയാണ്. സഹാബത്ത് പറയുകയാണ്, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പ്രസംഗിക്കുകയാണ്. പ്രവാചകൻ ഞങ്ങളോട് പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗത്തിന്റെ വിഷയം എന്നറിയോ? ഇത്തഖൂ ഹാദ ശിർക, നിങ്ങൾ ഈ ശിർക്കിനെ പേടിക്കണം കേട്ടോ. ആരോടാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖിനോട്, ഉമർ ബിൻ ഖത്താബിനോട്, ഉസ്മാൻ ബിൻ അഫ്ഫാനോട്, അലി ബിൻ അബീ ത്വാലിബിനോട്. നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് കേട്ട ഇസ്ലാമിനെ അങ്ങനെ തന്നെ ജീവിതത്തിൽ പുലർത്തി ആ ഇസ്ലാമിനെ തകർക്കാൻ വന്ന ശത്രുക്കളുടെ വാളുകൾക്കിടയിലൂടെ ആയുധങ്ങളില്ലാതെയും ആത്മധൈര്യം കൊണ്ട് മാത്രം ബദറും ഉഹുദും ഖന്തക്കും നടത്തിയ ആ സഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. ഏതെങ്കിലും സഹാബി എഴുന്നേറ്റ് നിന്ന്, റസൂലേ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരല്ലേ, മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയവരല്ലേ, ഇനി എങ്ങനെ ഞങ്ങളിൽ ശിർക്കുണ്ടാവോ എന്നവർ ചോദിച്ചില്ലല്ലോ. പ്രവാചകന്റെ സംസാരം ഗൗരവത്തിലാണ്. നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. സഹാബത്തിന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറയിലൂടെ ഒരു കറുത്ത പ്രാണി ഇങ്ങനെ അരിച്ചു പോവുക. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന പ്രദേശത്ത് വെളിച്ചമില്ലാത്ത ഒരു 10 മീറ്റർ അപ്പുറത്ത് ഈ
ഈ പറമ്പിലെ പുല്ലിന്റെ ഉള്ളിലൂടെ ഒരു ചെറിയ ഉറുമ്പരിച്ചു പോയാൽ നമ്മൾ അറിയോ? അറിയില്ലല്ലോ. കറുത്ത പാറയിലൂടെ ഒരു കറുത്ത പ്രാണി അരിച്ചു പോയാൽ ടോർച്ചടിച്ചാൽ പോലും കാണൂലല്ലോ. അത്രയും നിഗൂഢമായ രൂപത്തിൽ, ഗൂഢമായ രൂപത്തിൽ, നിങ്ങൾ പോലും അറിയാതെ മനസ്സിന്റെ ഉള്ളിലേക്ക് ശിർക്ക് കയറി വരും കേട്ടോ എന്ന് പ്രവാചകൻ ഗൗരവത്തോടെ പറഞ്ഞപ്പോ സഹാബത്തിന് പേടിയായി. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങനെ ഗൂഢമായി ആരും അറിയാതെ ശിർക്ക് കയറി വരുമെങ്കിൽ എങ്ങനെയാണ് പ്രവാചകരെ ഞങ്ങൾ ആ ശിർക്കിനെ പ്രതിരോധിക്കുക? അത്ര ഗൂഢമായി രഹസ്യമായിട്ട് വരുമ്പോ എങ്ങനെയാണ് ഞങ്ങൾ അതിനെ തടയുക? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, നിങ്ങൾ പടച്ച റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും അവസ്ഥയിൽ ശിർക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ റബ്ബേ, അതിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ഞങ്ങൾ അറിയാതെ എന്തെങ്കിലും ശിർക്കിന്റെ വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ, നീ ഞങ്ങളോട് മാപ്പാക്കണം കേട്ടോ എന്ന് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഒരു രോഗമുണ്ടാകുമ്പോ, സാമ്പത്തികമായ പ്രയാസമുണ്ടാകുമ്പോ, സാമൂഹികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോ, തളർന്നു പോയെന്ന് തോന്നുമ്പോ, നമ്മുടെ മുമ്പിൽ രക്ഷയുടെ വഴികളില്ല എന്ന് തോന്നുമ്പോ മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച് വരും. ഇത്രയൊക്കായില്ലേ, ഇങ്ങനെയൊക്കായില്ലേ, അവിടെ ഒന്ന് പോയിക്കൂടെ, ഇവിടെ ഒന്ന് പറഞ്ഞൂടെ, അവർക്കൊരു നേർച്ചയാക്കിക്കൂടെ? തളർന്നു പോയ മനുഷ്യന് തോന്നും, എന്തായാലും അതും കൂടി ഒന്ന് നോക്കാ, അവിടേക്കൊന്ന് പോയി നോക്കാ, അവിടെ ഒന്ന് വിളിച്ചു നോക്കാ, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ പോയിക്കോട്ടെ. ഒരു കുട്ടി ഉണ്ടാവാൻ 20 കൊല്ലമായി, പോകാത്ത ആശുപത്രികളില്ല, കഴിക്കാത്ത മരുന്നുകളില്ല, ചികിത്സിക്കാത്ത ചികിത്സകളില്ല, പ്രാർത്ഥനകൾ എമ്പാടുമായി. അപ്പോഴാണ് പറഞ്ഞത്, ഇന്ന ദർഗയിൽ പോയാൽ അവിടെ ഒരു ചെറിയത് കൊടുത്താൽ കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഉപദേശമാണ്, എന്നാലൊന്ന് പോയി നോക്കിയാലോ. കൂട്ടരെ, നമ്മൾ ക്ഷീണിക്കുമ്പോ, നമ്മൾ തളരുമ്പോ, നമ്മൾ ദുർബലരാകുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ പിശാച് കുത്തിവെക്കും ഈ ശിർക്കിനെ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളണം, അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ഈ ശിർക്കിലേക്ക് പോയ ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. നോക്കൂ നിങ്ങൾ, ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? ആദർശ പിതാവെന്നാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താറ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി പോരേണ്ടി വന്നവൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയവൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടവൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ടവനാണ്. ആ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഞാനും എൻ്റെ മക്കളും ഏതെങ്കിലും കാലത്ത് ഈ ബുദ്ധി മറിഞ്ഞ്, എൻ്റെ ചിന്തകൾ മാറി, എൻ്റെ വിശ്വാസം മാറി, ഏതെങ്കിലും കാലത്ത് വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന, ശിർക്കിലേക്ക് പോകുന്ന അവസ്ഥ, അല്ലാഹുവേ, ആ അവസ്ഥയിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചതാരാ? തൗഹീദ് അറിയാത്ത ഇബ്രാഹിം നബി അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത ഇബ്രാഹിം നബി അല്ല, അത് മനസ്സിലാവാത്ത ഇബ്രാഹിം നബി അല്ല, ആദർശ പിതാവായ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചേ, പടച്ചോനെ, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ഏതെങ്കിലും കാലത്ത് വിഗ്രഹാരാധനയിലേക്ക് പോകുന്നതിൽ നിന്ന് നാഥാ, എന്നെയും എൻ്റെ മക്കളെയും കാത്തോളണേ. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഇസ്ലാഹി പ്രവർത്തകരെ, ചിലപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഈ പറയുന്നതൊക്കെ നമുക്ക് ബാധകമല്ല, നമ്മളിങ്ങനെ സദസ്സ് ഭംഗിയാക്കാൻ വേണ്ടി നോട്ടീസിൽ പങ്കെടുക്കുക, വിജയിപ്പിക്കുക, അങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നല്ല. ഈ പറയുന്നതൊക്കെ അങ്ങനെ പുറത്തുള്ള ആൾക്കാരോടാണ്, ഇത് നമുക്ക് ബാധകമല്ല എന്ന് ഒരാൾക്കും തോന്നണ്ട. ഞാൻ ഈ പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധകം കഷ്ടപ്പെട്ട് വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ മുമ്പിലുള്ളവർക്കാണ്, പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ശിർക്ക് കടന്നു വരാൻ അത് ആനയും അമ്പാരിയൊന്നും വേണ്ട, അതിങ്ങോട്ട് വരും, അതിനൊരുപാട് കാലവും വേണ്ട. നോക്കി നിങ്ങൾ,
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേല്യർ ആ സമൂഹത്തെ ഫിറഔനിന്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പാതിരാത്രി കൊണ്ടുവന്ന് സമുദ്രം പിളർത്തി. നമ്മളൊക്കെ കഥ കേട്ടിട്ടുള്ളൂ. ബനൂ ഇസ്രായേല്യർ നേർക്കുനേരെ കാണുകയാണ്. ചെങ്കടല് രണ്ടായിട്ട് പിളർന്ന് അതിൻ്റെ നടുവിൽ ഉണങ്ങിയ റോഡിലൂടെ അവർ മറുകരയിലേക്ക് നടന്ന് രണ്ടു ഭാഗത്തും വെള്ളത്തിൻ്റെ വലിയ മതിലാണ്. അതൊന്നും വാക്കുകൊണ്ട് പറയാൻ പറ്റൂല. അതിലൂടെ നടന്ന് അക്കരെ കയറി അവരെ പിടികൂടാൻ പിന്നാലെ വന്ന ഫിറൗനെയും കൂട്ടരെയും ആ മതിലുകൾ ഒന്നായി ആ വെള്ളത്തിൽ അവർ മുങ്ങി മരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ട ആൾക്കാരാ ബനൂ ഇസ്രായേല്യർ. എത്തിപ്പെട്ടത് മരുഭൂമിയിലാണ്. ഒരു മരത്തിന്റെ തണലില്ലാത്ത മരുഭൂമിയിൽ കാർമേഘം കൊണ്ട് അവർക്ക് തണുത്ത തണൽ കൊടുത്തു പടച്ചോൻ. അത് അനുഭവിച്ചവരാവര്. ഭക്ഷണം കഴിക്കാൻ ഒരു തുള്ളി വെള്ളമോ ഒരു വറ്റോ ഇല്ലാത്ത മരുഭൂമിയിൽ മന്നയും സെൽവയും ഇറക്കി അവർക്ക് തക്കാരം നൽകിയ പടച്ച റബ്ബിന്റെ ആ കർമ്മം കണ്ണുകൊണ്ട് കണ്ടവരാവര്. അവര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓലെ അവിടെ പാർപ്പിച്ച് ഒറ്റക്കല്ല, തൻ്റെ സഹോദരനും നബിയുമായ ഹാറൂനെ അവരുടെ കൂടെ നിർത്തി. ഹാറൂൻ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അവരോട് പറഞ്ഞു, ദാ ഹാറൂൻ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, ഓനോട് ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്. വെറും 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ കുദ്റത്തുകൾ നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ട ജനതയുണ്ടല്ലോ. അള്ളാനെ മാറ്റിയിട്ട് അവിടെ ഒരു സ്വർണ്ണപ്പണിക്കാരൻ സാമിരി ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടിയുടെ രൂപമുണ്ട്. അതിൻ്റെ മുമ്പിൽ കൈകൂപ്പി അതിനോട് പ്രാർത്ഥിക്കുന്ന, സങ്കടം പറയുന്ന, വേദന പറയുന്ന കാഴ്ച 4 നൂറ്റാണ്ട് കൊണ്ടല്ല, 40 കൊല്ലം കൊണ്ടല്ല, 40 മാസം എടുത്തിട്ടില്ല, 4 മാസം എടുത്തിട്ടില്ല, 40 ദിവസം ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കെ, ഒരു പ്രവാചകന്റെ സന്നിധിയിൽ ഒരു ജനത വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകാൻ 40 ദിവസത്തിന്റെ താഴെ ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ. എന്തിനാണ് ഖുർആൻ ഈ കഥ പറഞ്ഞാൽ? നിങ്ങൾ പേടിക്കാൻ. ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് ഷിർക്കിന്റെ വളഞ്ഞ വഴിയിലേക്ക് പോവുകയെന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പേടിക്കേണ്ടത് അത് ക്യാൻസർ അല്ല, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തല്ല, അല്ലെങ്കിൽ എയ്ഡ്സ് അല്ല, അല്ലെങ്കിൽ വൃക്ക തകരാറാവലല്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ചയല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രയാസങ്ങളല്ല. എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് അവസാന ശ്വാസം വരെ ഷിർക്കിന്റെ ഒരു തരി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതിരിക്കാൻ. അത് ചേർന്നാൽ കഴിഞ്ഞു. ഇന്നോളം നമ്മൾ ചെയ്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കഴിഞ്ഞു. നരകത്തിലാ, കാലാകാലം നരകത്തിലാ. അതിൽ നിന്ന് മോചനമില്ല. നിങ്ങൾക്കറിയോ, നരകത്തിൽ കിടക്കുന്ന കുറ്റവാളികൾ അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് അവരെ സ്വർഗാവകാശികളാക്കും എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അവസാനം നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് അവസാനം നരകത്തിൽ ഒരു കൂട്ടം ആളുകൾ ബാക്കിയാകും. അതാരാന്നറിയോ? അത് ശിർക്ക് ചെയ്തവരാ. അവർ ഒരിക്കലും നരകത്തിൽ നിന്ന് മോചനമില്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവർക്ക് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഓല് കാലാകാലം അല്ലാതെ തെറ്റ് ചെയ്തോലൊക്കെ അല്ല പുറത്തു കൊടുത്താൽ, അല്ലെങ്കിൽ ശിക്ഷന്റെ കാലാവധി കഴിഞ്ഞാൽ, അല്ല ഉദ്ദേശിച്ചാൽ അവരിങ്ങോട്ട് വരും. പക്ഷേ അല്ല തീർത്തു പറഞ്ഞിട്ടുണ്ട്, ശിർക്ക് ചെയ്ത് നരകത്തിലായ ഒരാള് ഒരിക്കലും ഇതിങ്ങോട്ട് കയറൂല. സഹിച്ച് അവസാന ഇടങ്ങേറിൻ്റെ അങ്ങേയറ്റത്ത് അവര് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്നുള്ള മലക്കിനെ വിളിക്കുന്നുണ്ട്. യാ മാലിക്കെ ഒന്ന് വരുമോ? എന്താ അറിയോ? ഈ എൻ്റെ അള്ളഹാനോടൊന്ന് പോയിട്ട് പറയേ, എൻ്റെ റബ്ബിനോടൊന്ന് പറയേ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ പറയേ. വയ്യ, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരുമോ? നിന്റെ റബ്ബിനോടൊന്ന് പറയോ? മാലിക് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങളെവിടെയാ? മരണം എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അത് കഴിഞ്ഞു. അത് ഭൂമിയിലായപ്പോഴാ മരണം. ഇനി മരണമില്ല. നിങ്ങളിവിടെ കാലാകാലം കിടക്കുക. ഓരോ ദിവസം കൂടുമ്പോഴും നിങ്ങളുടെ ശിക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരുട്ടോ. ഒരു കുറവും പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ ശിക്ഷ കൂടിക്കൂടി വരികയല്ലാതെ ഒരു കുറവുണ്ടാവൂല. അതുകൊണ്ട് അനുഭവിച്ചോളൂ എന്ന് ആ മലക്ക് പറയുമ്പോൾ ആ ജനതയുടെ അവസ്ഥകളെന്ന് ആലോചിക്കണി. ആ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ച മതമാണ് കൂട്ടരെ നമ്മുടെ മതം. അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതത്തിൽ ശിർക്കിനേക്കാളേറെ നമ്മൾ പേടിക്കേണ്ട എന്താണ്? അതുകൊണ്ടല്ലേ
നിസ്കാരത്തിൽ ഇന്ന് നമ്മൾ എത്ര നിസ്കാരം നിസ്കരിച്ച്, സുബൈ നിസ്കരിച്ച്, ളുഹ്ർ നിസ്കരിച്ച്, അസർ നിസ്കരിച്ച്, മഗ്രിബ് നിസ്കരിച്ച്, ഇശ നിസ്കരിക്കാൻ പോവല്ലേ, അതിൻ്റെ ഇടയ്ക്ക് എത്ര സുന്നത്തുകൾ നിസ്കരിച്ച്. ഓരോ നിസ്കാരത്തിൻ്റെ റക്അത്തിലും അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കൊള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. എന്തിനാണെന്നറിയോ? ഇത് സംഭവിക്കാതെക്കാനല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകന്റെ കൂടെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഒരു സ്വഹാബിയാണ്. അദ്ദേഹം നല്ല ശബ്ദമുള്ള ആളാ, വലിയ ഒച്ചുള്ള ആളാ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ പ്രവാചകന്റെ ശബ്ദം പിന്നിലേക്ക് എത്താൻ വേണ്ടി വിളിച്ചു പറയൽ അയാളുടെ ജോലി. അങ്ങനെ അറമിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഇമാമ് അല്ലാഹു അക്ബർ അറിയും, ഒരാൾ ആ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറയും. അത് മൈക്കൊന്നുമില്ലാത്ത കാലത്തെ ഇങ്ങോട്ട് ബാക്കിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സംവിധാനം ഇപ്പം ഹറമുകളിൽ, ഇരു ഹറമുകളിലും അത് തുടരുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നിർത്തിയിട്ടുണ്ട്. അതേപോലെ അത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ പിന്നിൽ ആ ശബ്ദം കേൾക്കാത്തിടത്തേക്ക് അത് വിളിച്ചു പറയുന്ന രോട്ടി ഈ ചെറുപ്പക്കാരനായിരുന്നു. പ്രവാചകന്റെ പ്രസിദ്ധമായ തൻ്റെ വിടവാങ്ങൽ ഹജ്ജ് ഉണ്ടല്ലോ, ആ വിടവാങ്ങൽ ഹജ്ജിലെ പ്രവാചകന്റെ പ്രസിദ്ധമായ പ്രസംഗം പോലും ജനക്കൂട്ടത്തിന് വിളിച്ചു പറഞ്ഞു കൊടുത്തത് ഈ ചെറുപ്പക്കാരനാ. പക്ഷേ പിന്നീട് ചരിത്രം കാണുന്നത് അയാൾ മരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണ്. അയാൾ ഇസ്ലാം മതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച് അതിൻ്റെ പ്രബോധകനായി, അതിൻ്റെ പ്രചാരകനായിട്ടാണ് അയാൾ മരിച്ചുപോയത്. അള്ളാഹിന്റെ ഹബീബിന്റെ ചുണ്ടിൽ നിന്ന് തൗഹീദ് കേട്ടവനാ, പക്ഷേ ആ ജീവിതത്തിലേക്ക് ശിർക്ക് കയറി വന്ന വഴികൾ നോക്കാണി. അതുകൊണ്ട് എല്ലാവരും കരുതിക്കൊള്ളണം, ഏതെങ്കിലും ഒരു സമയത്ത് ഒരസുഖം പെട്ടെന്ന് വന്ന് പരിശോധിച്ച് പെട്ടെന്ന് റിസൾട്ട് വന്ന് മെഡിക്കൽ കോളേജിൽ ഇനി ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടേക്കോളി മരുന്നൊന്നുമില്ല, പെരീക്കർ കൊടുന്ന്. എന്തേക്കാരവസ്ഥ, പറക്കമുറ്റാത്ത മക്കള്, ചിറക് മുളക്കാത്ത കുടുംബം, മരണം കാത്ത് കിടക്കുന്ന കടത്തം, സഹിക്കാൻ കഴിയാത്ത വേദന, 5 പൈസ അല്ല, അങ്ങാടിയിൽ ഓട്ടോറിക്ഷയിൽ പാട്ട് പാടിയിട്ട് നാട്ടുകാർ പൈസ ഉണ്ടാക്കി, നാട്ടുകാർക്ക് മടുത്തു, ഇപ്പോഴും രോഗം ബാക്കിയാണ്. അങ്ങനെ കിടക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറയണേ, നോക്ക് ഏതായാലും ഇത്രയായില്ലേ, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ദീർഘുണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഇങ്ങനത്തെ രോഗം കുറേ മാറിക്കണ്, ഒന്നാണ് പോയോക്കല്ലേ എന്ന് വന്ന് പറഞ്ഞാലേ എന്താ കൂട്ടരെ മറുപടി? എനിക്ക് ശിർക്ക് ചെയ്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, ഒരു സെക്കൻഡ് പോലും ജീവിക്കണ്ട എന്ന തൗഹീദിന്റെ മറുപടി ഉണ്ടാവുമോ? അതല്ല, എന്നാ പിന്നെ ആരോടും പറയണ്ട, ഇത് രാവിലെ ഒരു വണ്ടി ഏൽപ്പിച്ച് അവിടെയും കൂടി ഒന്ന് പോയോക്ക എന്ന ഈ ശിർക്കിന്റെ മറുപടി നമ്മൾ പറയോ? നമ്മളെ മനസ്സിനോട് ചോദിച്ചു നോക്കി എത്ര ഉറപ്പുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെ സംസാരിച്ചാലും അതിൻ്റെ ആദർശം പറയും. അത് ആളുകളുടെ കൂട്ടം പിന്തുണ കിട്ടുന്നുണ്ടോ, ആളുകൾ എത്രമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഉണ്ടോ, തെറിയുണ്ടോ, ചീത്തുണ്ടോ നോക്കല്ല. നമ്മളൊന്നും നമ്മളെ പ്രസംഗത്തിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിക്കാറേ അല്ല. അത് വായിച്ചാൽ പിറ്റത്തെ സ്റ്റേജുമ കയറാൻ തന്നെ തോന്നൂല. അതുകൊണ്ട് കമന്റ്, ചില ആൾക്കാർ ഉസ്താദേ നിങ്ങളാ കമന്റ് നോക്കിയോ, ആരും നോക്കണ്, നമ്മൾ നോക്കല്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് കമന്റുകൾ അറിയാനോ അല്ലെങ്കിൽ ലൈക്ക് അറിയാനോ ഒന്നുമല്ല. നമ്മൾ സംസാരിക്കുന്നത് പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. എൻ്റെ റബ്ബേ എന്നെ കൊണ്ടാവും പോലെ ഞാൻ പറഞ്ഞിട്ട്, നേരത്തെ അബ്ദുൽ ബാരി പറഞ്ഞില്ലേ, 40 വയസ്സ് വരെ ആ മക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അമീൻ എന്ന പേര് വേറെ ആരെയും പോലും വിളിച്ചിട്ടില്ലല്ലോ, അത്ര ഇഷ്ടല്ലേ ആ പ്രവാചകൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുഖത്ത് നോക്കി, അൻതല്ലദീ ഫറഖ്ത ജമാഅത്തനായ മുഹമ്മദേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ മഹല്ലിന്റെ ഐക്യം തകർത്തവനാണ് നീ ദുഷ്ടനാണ് എന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി അവർ പറഞ്ഞത് അവരുടെ പെൺമക്കളെ പീഡിപ്പിച്ചത് കൊണ്ടോ, അവരുടെ വീട്ടിൽ കൊള്ളയടിച്ചത് കൊണ്ടോ, സ്വത്ത് തട്ടിയെടുത്തത് കൊണ്ടോ അല്ലല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ട് മാത്രം. അതുകൊണ്ട് അതിലൊന്നും ആർക്കും വലിയ ബേജാറ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രംഗത്ത് ആർക്കും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറയണം. എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹ് എനിക്കില്ല. എന്താണ് കൂട്ടരെ ഇലാഹ്? ആ ഇലാഹ് എന്ന വാക്കിന്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞ് ലാ മഅബൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാരാധ്യൻ എനിക്കില്ല. എന്താ ആരാധ്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പുതിയ തലമുറയിലെ മക്കളൊക്കെ കേൾക്കണം കേട്ടോ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ തല നിറച്ച, താടി നിറച്ച ആൾക്കാരുണ്ടല്ലോ, ഓലൊക്കെ ഭാഗ്യവാന്മാരാ. പണ്ട് കാലത്ത് സെയ്ദ് മൗലവി അടക്കമുള്ള അതിപ്രഗത്ഭരായ ആളുകൾ അവരുടെ സംസാരങ്ങളിൽ മുഴുവനും തൗഹീദും ശിർക്കുമായിരുന്നു. അത് കേട്ട് പഠിച്ച ഈ തലമുറനെ ആരും പേടിപ്പിച്ചാൽ പേടിക്കൂല. ജിന്നോ ശൈത്താനോ എന്തെങ്കിലും പറഞ്ഞുകാണ്ട് സമൂഹത്തിൽ ചിഹ്നത ഉണ്ടാക്കുമ്പോൾ ഈ തലനിറച്ച സമൂഹം ഉണ്ടല്ലോ ഒരിളകൂല. എന്താ അറിയോ, ഒരു തൗഹീദ് ശരിക്ക് കേട്ട് പഠിച്ചോല പക്ക. പക്ഷേ പിന്നീടുണ്ടായ തലമുറ ഉണ്ടല്ലോ, ഓർക്ക് ആവശ്യത്തിന് തൗഹീദ് കിട്ടിയിട്ടില്ല.
പല കാരണങ്ങളാൽ. ഒന്ന്, ഇപ്പൊ നമ്മളെ മുഹമ്മദ് മദനി കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്നു, കേരള ഹിലാൽ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ പണ്ഡിത ശ്രേഷ്ഠൻ, അദ്ദേഹത്തിന് പോയ കാലത്തെ മനുഷ്യന്മാർ കൊടുത്ത ഒരു പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് മദനി എന്നാണെങ്കിലും അദ്ദേഹത്തെ പഴയ തലമുറ അറിയൽ എന്താ അറിയോ? പരലോകം മദനി എന്നാ വിളിക്കല്. പരലോകം മദനി. എന്താ പരലോകം മദനി അറിയാൻ കാരണം അറിയോ? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിഷയം ഏത് കാലത്തും പരലോക. ഇനി വേറെന്തേലും വിഷയം കൊടുത്താണ്ടല്ലോ അത് പരലോകത്തേക്ക് എത്തും. എന്നിട്ട് ആ പരലോകം പറയാൻ തുടങ്ങുമ്പോഴേ അദ്ദേഹത്തിന്റെ വാക്ക് ഇടറും. പിന്നെ ഗദ്ഗതങ്ങൾ ഉണ്ടാകും, പിന്നെ തേങ്ങലുണ്ടാകും, പിന്നെ കരച്ചിലുണ്ടാകും, സദസ്സ് മുഴുവനും കരയും. ഞാൻ കണ്ടിട്ടുണ്ട് ചില സദസ്സുകളിൽ ആളുകൾ അവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിലെ ഇന്ന തെറ്റ് ഞാൻ ചെയ്യൂല. കാരണം അദ്ദേഹം പരലോകം പറയുമ്പോൾ അത് ഉള്ളു തട്ടിക്കൊണ്ടാ പറയാ. മഹാപണ്ഡിതൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകി പോയി. പണ്ഡിതന്മാരുടെ മരണം സമൂഹത്തിന് വലിയ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, ഖിയാമത്ത് നാൾ വരാനാകുമ്പോൾ അള്ളാഹു ഈ ലോകത്ത് നിന്ന് അറിവിനെ, നല്ല അറിവിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന. അവ സഹാബത്ത് പ്രവാചകനോട് ചോദിച്ചു, എങ്ങനെയാണ് അറിവിനെ ഉയർത്തുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കൊടുത്ത മറുപടി എന്താ? പണ്ഡിതന്മാരുടെ മരണം. നമ്മളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ചില സംശയങ്ങൾ, ഇപ്പം നിങ്ങൾ പ്രസംഗം നടക്കുമ്പോഴൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ നിങ്ങളൊരു സംശയമുണ്ട്, എന്താ സംശയം? ചിലപ്പോൾ കട്ടിയുള്ള സംശയക്കാരം, നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കട്ടിയുള്ള സംശയം വരുമ്പോൾ ഞാൻ അപ്പം പറഞ്ഞിട്ട് പറയും. എന്നിട്ട് ആ മൊബൈൽ കൊടുത്തുകാണ്ട് മെല്ലെ സ്റ്റേജിൻ്റെ ബാക്കിൽ പോയിട്ട് ഒരു വിളിയുണ്ട്. ആ വിളിക്കുന്നതിൽ ഒരാൾ മുഹമ്മദ് മദനി ആയിക്കാരം. എപ്പോൾ വിളിച്ചാലും ഉണർന്നിരിക്കുന്നുണ്ടെങ്കിൽ മറുപടി റെഡിയാ. ആ മറുപടി പറയും. ഇപ്പം പേടി എന്താ അറിയോ? ഇനിയിപ്പോൾ ഒരു സംശയം വന്നാൽ ആരെ വിളിക്കുക? പണ്ഡിതന്മാർ പോകുമ്പോഴേ അവിടെ ഉണ്ടാവുന്ന ശൂന്യത കുറച്ചൊന്നല്ല, അത് വലിയ ശൂന്യത. അല്ലാഹു തആല അത്തരം ശൂന്യതയുടെ നഷ്ടത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ ശൂന്യത നികത്തുവാൻ തക്ക പണ്ഡിതന്മാരെ സമൂഹത്തിന് നൽകി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ സമൂഹത്തിന് തൗഹീദും പരലോകം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാരാ. അതുകൊണ്ട് പഴയ തലമുറക്കത് കിട്ടി. ഇപ്പം അങ്ങനല്ല. പുതിയ തലമുറയിൽ തൗഹീദ് പറയാൻ മാത്രം അത്ര കെൽപ്പുള്ള മഹാപണ്ഡിതന്മാരില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞാൽ അത് കേൾക്കാൻ ഈ പുതിയ തലമുറയിലെ ആൾക്കാർ വരുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറക്ക് ഈ തൗഹീദിൻ്റെ കരുത്തെന്താണ്, അതിൻ്റെ ശക്തി എന്താണ്, അതിന് എത്രമാത്രം നമ്മൾ പ്രവർത്തിക്കണമെന്നും അവർക്കറിയില്ല. ഒരു പ്രഭാഷണം വെച്ച് വിഷയം തൗഹീദ് പറഞ്ഞാൽ ആ നോട്ടീസ് വായിക്കുമ്പോൾ ഓൻ്റെ ചുണ്ടൊന്ന് കോടും. എന്നിട്ട് പുറത്തിറങ്ങി പറയും, ഇവർക്ക് വേറെ പരിപാടി ഒന്നുമില്ലേ, എപ്പോഴും തൗഹീദ്. ആ ഫലസ്തീനിൽ എന്തൊക്കെ നടക്കണേ അതിനെക്കുറിച്ച് മുണ്ടണില്ല, അവിടെ എന്തൊക്കെയാണ് നടക്കണേ അതിനെക്കുറിച്ച് മുണ്ടണില്ല, എപ്പോഴും തൗഹീദും ചുരുക്കന്നെ, ഇവർക്ക് എന്താ ഭ്രാന്താണോ എന്ന് പുച്ഛത്തോടു കൂടി പറഞ്ഞിറങ്ങിപ്പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. ഓല കുഴപ്പം കൊണ്ടല്ലോ, ഓല കുഴപ്പമല്ല, നമ്മളെ കുഴപ്പമാണ്. അവർക്ക് ഈ തൗഹീദിൻ്റെ മഹത്വവും വലിപ്പവും ഗൗരവവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്താണ് സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് തൗഹീദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് അള്ളാഹ് കൊടുക്കുന്ന മറുപടിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസിലുണ്ട്. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഞാൻ ആ ഹദീസ് പെട്ടെന്നാണ് വായിക്കുക, സമയത്തിൻ്റെ കുറവ്. ഞാനൊരു 9 മണിക്ക് എൻ്റെ സംസാരം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. 8:45. ഇനി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓടി പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കട്ടോ, യാ റബ്ബി അല്ലിംനി ശൈഅൻ അദ്കുറുക ബിഹി വഅദ്ഉക ബിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുക, പടച്ചോനെ എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരണം. ആ കാര്യങ്ങൾ കൊണ്ട് നിന്നെ ഓർമ്മിക്കാനും നിന്നോട് പ്രാർത്ഥിക്കാനും എനിക്ക് പറ്റുന്ന കാര്യങ്ങളാവണം. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം. ഖാല റസൂലുള്ളാഹി പറയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു ഖാല യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ, അത് മതി. എന്നെ ആരാധിക്കാനും എന്നെ ഓർക്കാനും എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളല്ലേ. അപ്പൊ മൂസാ നബി പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലു ഹാദാ. പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ മുസ്ലിങ്ങളും പറയണ്ടേ. എനിക്ക് വേണ്ടത് അങ്ങനത്തെ അല്ല, പ്രത്യേകമായിട്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മൂസേ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ.
അപ്പൊ മൂസ നബി പറഞ്ഞു, ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനി ബി, പടച്ചോനെ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മാത്രം അള്ളാഹിനോട് പറയാൻ സ്പെഷ്യലായ പ്രത്യേകമായ ഒരു വാക്കാണ് ഞാൻ ചോദിക്കുന്നത്. ഖാല യാ മൂസ, അള്ളാഹ് പറയാ, ഇനി പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ലൗ അന്ന അഖില സമാവാതി സബ്അ വൽ അർളീന സബ്അ ഫീ കഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ. മൂസേ എനിക്ക് കേൾക്കണം, ഈ സകല പ്രപഞ്ചം, ഈ ഭൂമിയും അതിനെ എത്ര ഇരട്ടിയാക്കട്ടെ, ആ ഇരട്ടികൾ മുഴുവനും ഒരു കയ്യിലും. എങ്ങനെ? ഈ മേശയല്ല, ഈ പ്രപഞ്ചം, ഇതുവരെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു പൂർത്തിയാക്കാനാവാത്ത വിശാലമായ പ്രപഞ്ചം, കോടിക്കണക്കിന് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള ഈ വലിയ പ്രപഞ്ചം, അതിൻ്റെ ഇരട്ടി ഈ ഭൂമി, അതിലുള്ള സകല വസ്തുക്കളും അതിൻ്റെ ഇരട്ടികൾ, അതൊക്കെ ഒരു കയ്യിലും. വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കഫത്തിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുഭാഗത്തും വെച്ചാൽ മാലത്ത് ബിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച ഭാഗമുണ്ടല്ലോ, താന്ന് കിടക്കും കനം കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറുതല്ല. കുട്ടിനാട്ടും അമ്മ അങ്ങനെ ചെല്ലൂലേ, ഈണമില്ലാത്ത ഉമ്മമാരും കുട്ടിനാട്ടാൻ വേണ്ടി ചെല്ലിയത് ലാ ഇലാഹ ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തൊക്കെ രീതിയിൽ അമ്മമാര് ചെല്ലിയല്ലേ, കുട്ടിനെ ഉറക്കാൻ വേണ്ടി ഉമ്മ ചെല്ലി. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്ന യാചകന്മാര് അവരുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ചെല്ലി. യാചകന്മാരുടെ സാന്നിധ്യം അറിയിക്കാൻ അങ്ങാടിയിലൂടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാര് മുദ്രാവാക്യം വിളിച്ചപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഈ ലോകത്തിലെ വിലമതിക്കാനാവാത്ത സ്വത്താണ്, ഈ ലോകത്തിലെ സകല വസ്തുക്കളെക്കാൾ വിലയുള്ള സ്വത്താണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന അവന്റെ സമയം, അവന്റെ അധ്വാനം, അവന്റെ ധനം, അതൊന്നും വെറുതെ ആവൂല. എന്താ കാരണം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണേ, സ്വർഗത്തിലെ ഭൂമിയുടെ വില എത്രയാ നിങ്ങൾക്ക്? ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? കാട്ടുകുളങ്ങര. ആ കാട്ടിലങ്ങാടി. കാട്ടിലങ്ങാടിയിൽ ഒരു സെന്റ് ഭൂമിക്ക് എത്ര വില ഉണ്ടാവും? ഈ റോഡിൻ്റെ അക്കത്ത് പരിചയമുള്ള ആൾക്കല്ലേ, ചിലപ്പോൾ നല്ല സ്ഥലക്കാണ് 10 ലക്ഷം ഉറുപ്പ്യയൊക്കെ വില ഉണ്ടായേക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഹൈവേൻ്റെ അടുത്തേക്ക് പോകുന്നതോറും വില കൂടിയേക്കാം. അപ്പോൾ എന്തായാലും 10 ലക്ഷം കൂട്ടിക്കൊള്ളുന്ന സെന്റിന്. അങ്ങനെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലം എവിടെയാണ്? കേരളത്തിൽ ഭൂമിക്ക് ഏറ്റവും വില കൂടിയ സ്ഥലം ഞാൻ ഒരിക്കൽ വായിച്ചത് എറണാകുളം ജില്ലയിലെ ആ ടൗണിൻ്റെ മധ്യഭാഗത്ത് ചില സ്ഥലത്താണെന്ന്. നമ്മുടെ ഇന്ത്യയിൽ ഭൂമിക്ക് ഏറ്റവും വില കൂടിയ സ്ഥലം എവിടെയാ? ലോകത്ത് ഭൂമിക്ക് ഏറ്റവും വില കൂടിയ സ്ഥലം എവിടെയാ? അങ്ങനെ ഉണ്ടാവുമല്ലേ? ഉണ്ടാകും. ഭൂമി മാത്രമല്ല, ഈ ലോകത്തിലെ മുഴുവൻ സമ്പത്ത്, കോടീശ്വരന്മാർ, നമ്മളെ ആമസോൺ മുതൽ ലോകത്തിലെ വൻകിട കമ്പനികളുടെ ഉടമസ്ഥന്മാർ, നമ്മുടെ ഇന്ത്യയിൽ ടാറ്റ, ബിർള, ലാലാജി, അംബാനി, അദാനി, കോടീശ്വരന്മാർ, നമ്മുടെ കേരളത്തിൽ യൂസുഫ് അലി, രവിപിള്ള, ജോയാലിക്ക, അങ്ങനെ കോടീശ്വരന്മാർ. ഇനി കോടീശ്വരന്മാരാവണ്ട, സാധാരണക്കാർ, ഒന്നുമില്ലാത്തവന് എല്ലാവരുടെ കയ്യിലെ സമ്പത്തും ഒരുമിച്ച് കൂട്ടിയിട്ടേ അപ്പം എത്ര ഉണ്ടാവും? ബില്യൺ 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 കണക്കിനുണ്ടാവും. അതൊക്കെ പാടെ കൊണ്ട് സ്വർഗത്തിൽ ഭൂമി വാങ്ങാൻ പോയാലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഭൂമി വാങ്ങാൻ തികയില്ലെന്നാ. ചാട്ടവാറുകൾ എടുക്കണം, ഒരാനൻ്റെ വലിപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര വലിപ്പമുള്ളൊരു വടിയാ. ആ വടിൻ്റെ തലക്കൊരു കയറും ഉണ്ടാവും, അതാണ് ഈ ചാട്ടവാറ്. അത് ചാരി വെക്കാനേ ഒരു വിരലിൻ്റെ സ്ഥലം മതി. അത്ര സ്ഥലം സ്വർഗത്തിൽ വാങ്ങാൻ ഈ ലോകത്തിലെ മുഴുവൻ സ്വത്ത് കൊണ്ടും കഴിയില്ല. അത്ര വലിയ സ്വർഗം. ഈ ബാക്കി കേൾക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവുകയും അതിന് വിരുദ്ധമായി ശിർക്കൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ലാതെ വരികയും ചെയ്താൽ, അവൻ മരിച്ചുപോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിന്റെ അനശ്വരമായ ഭൂമിയിൽ, അവസാനിക്കാത്ത ഭൂമിയിൽ, ആ അനശ്വരമായ സുഖാസ്വാദനങ്ങളിലേക്ക് അവന് പ്രവേശനം കിട്ടും. ആർക്ക്? ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ ഓന്. കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിൽ കിട്ടൂല. ഈ ലോകത്തിലെ സകല സ്വത്തും, കോടി ബില്യൺ 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 കോടി ഡോളർ എനിക്ക് സ്വന്തം ഉണ്ടെങ്കിലും എനിക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. നേരെ മറിച്ച് എൻ്റെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, റസൂലേ, നമുക്കുണ്ടായ, ഇപ്പം നിങ്ങൾക്ക് സംശയമല്ലേ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്, പക്ഷെ വേറെയും കുറെ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവന് സ്വർഗം കിട്ടും, നിങ്ങൾ സംശയമല്ലേ? അതേ ചോദ്യം സഹാബത്തിനും ഉണ്ടായി. റസൂലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ഒരാൾ വ്യഭിചരിച്ചിട്ടുണ്ടാവാം, മോഷ്ടിച്ചിട്ടുണ്ടാവാം, അയാൾ മറ്റെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയാണെങ്കിലും സ്വർഗം കിട്ടുമോ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിട്ടും. എങ്ങനെയാ കിട്ടുക? ഒന്നുകിൽ അവന്റെ നന്മകൾ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടേക്കും, അല്ലെങ്കിൽ ആ പാപങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നരകത്തിൽ അള്ളാഹു അനുവദിച്ച ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ അനുഭവിച്ച് തീർത്താൽ അതിനുശേഷം അവർക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തുണ്ടെങ്കിലും കിട്ടാത്ത സ്വർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് കിട്ടുന്ന ഏതൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് മരണപ്പെട്ടു പോകുമ്പോൾ അവന് അവസാനമായി അവൻ്റെ ചുണ്ടുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ഭാഗ്യമുണ്ടായാൽ ഓൻ സ്വർഗണ്ടെന്നാ. അതുകൊണ്ടാണ് ഒരാൾ മരണാസന്നനായി കിടക്കുമ്പോൾ ബാപ്പയാവാ, ഉമ്മയാവാ, നാട്ടുകാരനാവാ, നമ്മുടെ മുമ്പിൽ ഒരാൾ മരണത്തിൻ്റെ മുമ്പിലാണെന്ന് കാണുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ചെല്ലിക്കോളി ബാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ചില മക്കൾ കാണക്കാരിയാണ്. അങ്ങനെയല്ല, പതുക്കെ ആ ചെവിൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരിത്തിരി ഈമാണ്ടെങ്കിൽ നമ്മൾ ഈ പിന്നെ സ്റ്റൗ ഒക്കെ ഓണാക്കി അതിങ്ങനെ കത്തിയപ്പോൾ ചെറിയ തീപ്പരി ബന്ധ് ഭൂം പറഞ്ഞാണ് കത്തൂലേ, അതേപോലെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിത്തിരി ഈമാണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ കേട്ടാൽ മതി, ആണ് ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊരു ഭാഗ്യ, വെറും ഭാഗ്യമല്ല, സൗഭാഗ്യ. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരന്മാരെ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയണേ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയുമ്പോൾ ഒരു വെറുപ്പും തോന്നരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ ഒരു വെറുപ്പും തോന്നരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിനോട് ചേർത്ത് പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ നടത്തുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അറഫാ ദിവസത്തിൽ, ഹജ്ജിന്റെ അറഫാ ദിവസത്തിൽ 9 അറഫയിൽ വെച്ച് നടത്തുന്ന പ്രാർത്ഥനയാണെന്ന്. എന്നിട്ട് റസൂൽ പറയാണ്, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണത്രേ ഈ ലോകത്ത് ഒരു മനുഷ്യന് അള്ളാഹ്നോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാ അല്ലാഹു തആല മൂസയോട് പറഞ്ഞ, മൂസേ എനിക്ക് പ്രാർത്ഥിക്കാനല്ലേ, എനിക്ക് ഇന്നെ ഓർക്കാനല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ, അതിന് തുല്യമാകുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് പൊന്നാര മക്കളെ, ചെറിയ തലമുറയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഇനി ഞാൻ ഒരു 10 മിനിറ്റ് നേരം, 9 മണി നിങ്ങൾക്ക് നേരത്തെ വന്നാൽ, ഞാൻ വൈകി വന്നെങ്കിലും നിങ്ങളൊക്കെ അസറിന് വന്ന ആൾക്കാരല്ലേ, ദീർഘമായിട്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളുടെ പരീക്ഷകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആർക്കും ശല്യമാകുന്നില്ല. ഞാൻ 10 മിനിറ്റൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് സത്യത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇനിയുള്ളത് പ്രസംഗമല്ല കേട്ടോ, പ്രസംഗം നിർത്തി. ഇനിയുള്ളത് ഒരു ചെറിയ ക്ലാസ്സാണ്. നിങ്ങളെ മനസ്സിനോട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ നടത്തുന്ന ഒരു സംസാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹ് എനിക്ക് ഇല്ല. കൃത്യമല്ലോ, ഒരു ഇലാഹിൻ്റെ പൊടി പോലും അവിടെ ഇല്ല. അല്ലാഹ് എൻ്റെ ഇലാഹാണ് എന്നല്ല, അല്ലാഹ് അല്ലാത്ത ഓരോ ഇലാഹും എനിക്കില്ല. കറക്റ്റല്ലേ? നിങ്ങളല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല എന്ന് പറയുന്നതും നിങ്ങളെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതാണ് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹ് എനിക്കില്ല. റെഡി? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ ഇലാഹ് പറഞ്ഞാൽ? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനകൾ ആർക്കാണോ ചെയ്യുന്നത്, ഇബാദത്തുകൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, അവനാണ് ഇലാഹ്. റെഡി? അപ്പം സംശയം, ഈ ഇബാദത്ത് പറഞ്ഞാൽ എന്താ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കല്ല. ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞോ അള്ളാഹു അല്ലാത്തവർക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യലുണ്ടെന്ന്? ഇല്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരേ വിശ്വാസ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതിൽ തർക്കല്ല. പിന്നെ തർക്കം എവിടെയാണ്? നിങ്ങൾ എന്താണ് ഇബാദത്ത്? എന്താ ഇബാദത്ത്?
ഇബാദത്ത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സങ്കീർണമായ പദങ്ങൾ കൊണ്ട് കിതാബുകൾ വായിച്ചിട്ട് മനുഷ്യന്മാർ നട്ടം തിരിയേണ്ട. ഇബാദത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ലളിതമായിട്ട് എന്താണ് ഇബാദത്ത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ആളുകളൊക്കെ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞാലേ സാധാരണക്കാർക്ക് തോന്നും ഈ ഇബാദത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ, ആജാതി ഭാഷയിലാ പറയാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ലളിതമായിട്ടാ പറഞ്ഞേ, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ, ദുആ അതാണ് ആരാധന, ഇബാദത്ത്. ദുആ എവിടെയുണ്ടോ, ദുആ എന്തിലുണ്ടോ അതാണ് ഇബാദത്ത്. ഒന്നുകൂടി പ്രവാചകൻ വിശദീകരിച്ചു, അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിന്റെ കാതല് എന്ന് പറയുന്നത് ദുആയാണ്. ഒരു കാര്യത്തിൽ ദുആ ഉണ്ടോ അത് ഇബാദത്താണ്, ദുആ ഇല്ലേ അത് ഇബാദത്തല്ല. ക്ലിയർ ആയില്ലേ? അത്രയും ക്ലിയർ ആയോ? അത്രയും ക്ലിയർ ആയി. അപ്പൊ ദുആ ഉള്ള എൻ്റെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ ഞാൻ ചെയ്യൂ. ആ ദുആ ഉള്ള ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് ശിർക്കാണ്. കാര്യം കൃത്യമായി മനസ്സിലായി കുറെയൊക്കെ. ഇനി അടുത്ത സംശയം എന്താ അറിയോ? എന്താണ് ഈ ദുആ എന്ന് പറഞ്ഞാൽ? ലോകത്തിലെ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷ ആൾക്കാർ പറയുന്നത് ദുആ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ. പ്രാർത്ഥനയും സഹായാർത്ഥനൊക്കെ ചില സമയത്ത് അള്ളാഹു അല്ലാത്തവരിലേക്കാകാം. അള്ളാഹിന്റെ മഹാന്മാരായ ഔലിയാക്കള്, അമ്പിയാക്കള്, അവരോടൊക്കെ സഹായം ചോദിക്കാം. പക്ഷെ ദുആ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് മഹാഭൂരിപക്ഷം പറയണം. അപ്പൊ വീണ്ടും തർക്കം എവിടെ നിങ്ങൾ? ഈ ദുആ എന്താണ് എന്നിടത്താണ് തർക്കം. എന്താണ് ദുആ? ദുആ എന്ന വാക്കിന് നമ്മൾ സാധാരണയായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥം പ്രാർത്ഥന എന്നാണ്. അധികം പിന്നെ എന്താ പറയാ, പ്രയാസങ്ങളൊന്നുമില്ലാതെ വിശദീകരണമില്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാവുക, അതാണ് ഇബാദത്ത്, അതാണ് തൗഹീദ്. ഏത് കാര്യത്തിൽ പ്രാർത്ഥനയുണ്ടോ ആ കാര്യം ഇബാദത്തേക്കാരം. ആ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ആരാധനയാവാം, അത് നേർച്ചകളാവാം, അത് വഴിപാടാവാം, എന്താവാം. അതിലൊരു പ്രാർത്ഥന ഉണ്ടോ ആ കാര്യം അള്ളാഹ്ക്കേ പാടുള്ളൂ, അള്ളാഹിനോടേ പാടുള്ളൂ. അല്ലാത്തവരോട് ചെയ്താൽ അത് ശിർക്കാകും. അപ്പോ എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന, അതും കൂടി മനസ്സിലാക്കണം. ഞാൻ ഇപ്പം ഇങ്ങനെ പോരുമ്പോൾ എനിക്കൊരു വലിയൊരു സാമ്പത്തികമായ പ്രയാസം തോന്നിയപ്പോൾ ഇടങ്ങേറായി. ഞാനിങ്ങനെ പോയിട്ട് പള്ളിക്ക് കയറിക്കാണ്ട് ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് കണ്ട് കുറേ നേരം പടച്ചോനെ ഏർപ്പാടൊക്കെ നിന്ന് പോവുകയാണ്, ഒന്നും നടക്കുന്നില്ല, ഭയങ്കര കടണ്ട്. പടച്ചോനെ ഈ കടത്തുനിന്ന് കഴിച്ചിലാകാൻ റബ്ബേ എന്നെ സഹായിക്കണേ എന്ന് ഞാൻ പള്ളിക്കെന്ന് ഒന്ന് പടച്ചോനോട് പറഞ്ഞാണ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി പോരുമ്പോണ്ട് എന്നെ സാമ്പത്തികമായിട്ട് വല്ലാതെ സഹായിക്കുന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നോക്കി, അജരെ വലിയ പ്രശ്നത്തിലാണ്, വലിയ അടങ്ങാറ, ഒരു 50 ലക്ഷം റുപ്യ ഈ മാസം 30-ാം തീയതി കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ അടി പോകും, നിങ്ങൾ ഇനി ഒന്ന് സഹായിക്കണം കേട്ടോ. ആചാര്യോട് പറഞ്ഞ് പള്ളിക്കെന്ന് അള്ളഹാനോട് പറഞ്ഞ് റബ്ബേ അല്ലാതെ കടത്ത് കുടുങ്ങിക്കണ്, ഈ 30-ാം തീയതി 50 ലക്ഷം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഏർപ്പാടൊക്കെ പാടെ ഒരു ബൈക്കാകും, പടച്ചോനെ എന്നെ സഹായിക്കണം കേട്ടോ എന്ന് അവിടുന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ആചാര്യ കണ്ടപ്പം ആചാര്യ ഈ 30-ാം തീയതി 50,000 തന്നുകാണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം കേട്ടോ. ഇതിന് ഞാൻ അള്ളഹാനോട് പറഞ്ഞ് ഞങ്ങൾ എന്താ പേര് പറയാം? ഞാൻ അള്ളഹാനോട് പ്രാർത്ഥിച്ചു എന്നല്ല പറയാം. ആചാര്യോട് പറഞ്ഞ് നിങ്ങൾ എന്താ പേര് പറയാം? ഞാൻ ആചാര്യോട് പ്രാർത്ഥിച്ചു എന്നാരെങ്കിലും പറയോ? അപ്പം അതൊക്കെ ഒന്ന് തന്നെയാണ്. സഹായിക്കണം എന്നാ പറഞ്ഞേ, 50 ലക്ഷം പറഞ്ഞേ, 30-ാം തീയതി പറഞ്ഞേ. പക്ഷേ ആചാര്യോട് പറഞ്ഞതിന് ഞാൻ ആചാര്യോട് പ്രാർത്ഥിച്ചു എന്നാരും പറയില്ലല്ലോ. ഇല്ല. എന്നാ പള്ളിന്ന് പറഞ്ഞതോ നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിച്ചു എന്നല്ല പറയാ. എന്താ തമ്മിലുള്ള വ്യത്യാസം? ഞാൻ അള്ളഹാനോട് പറഞ്ഞതും ആചാര്യോട് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആചാര്യോട് ഞാൻ നിങ്ങൾ എനിക്ക് 50 ലക്ഷം റുപ്യ തരണമെന്ന് ആചാര്യ മുമ്പെന്ന് ഞാൻ പറയുന്ന ആചാര്യ കേൾക്കുന്നുണ്ട്, ആചാര്യനെ ശ്രദ്ധിക്കുന്നുണ്ട്, ആചാര്യ കയ്യിൽ പൈസ ഉണ്ട്. അങ്ങനെ ആചാര്യക്ക് 30-ാം തീയതി ഒരു 50 ലക്ഷം റുപ്യ തന്നിട്ട് ആ 50 കൊണ്ടേ കൊടുത്തുകാണ്ട് ഞാൻ ആ കടം വീട്ടും. അതിന് ആചാര്യ പൈസ തന്നാൽ നന്നായി. അത് നേർക്ക് നേരുള്ള ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നു, ആചാര്യ കേൾക്കുന്നു, ആചാര്യത്തിനുണ്ടെങ്കിൽ ആചാര്യ എനിക്ക് തരുന്നു, ഞാൻ കൊണ്ടേ കൊടുക്കുന്നു, കടം വീട്ടുന്നു, നേർക്ക് നേരെ. അതിന് ഞാൻ ആചാര്യരുടെ സഹായം തേടി, ആചാര്യോട് അഭ്യർത്ഥിച്ചു, ആചാര്യോട് അപേക്ഷിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ പടച്ചോനോട് ഞാൻ പറയുമ്പോൾ ഞാൻ ആ പറഞ്ഞ് പടച്ചോൻ എങ്ങനെയാ കേൾക്കണേ?
എന്നിട്ട് ഞാൻ പടച്ചോൻ എങ്ങനെയാണ് ആ കടം വീട്ടാനുള്ള വഴി എങ്ങനെയാണ് എനിക്ക് കാണിച്ചു തരിക? എങ്ങനെയാ പടച്ചോൻ എനിക്ക് ആ കടം വീട്ടാനുള്ള സംഖ്യ ഉണ്ടാക്കി തരിക? എങ്ങനെയാ പടച്ചോന്റെ മുമ്പിൽ ഞാൻ എങ്ങനെയാണ് ആ കടം വീട്ടുക? എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു വിശ്വാസമുണ്ട്, അള്ളാഹുവിന് അഭൗതികമായ ദിവ്യമായ കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ച് എൻ്റെ ഏതാവശ്യവും എങ്ങനെയും എനിക്ക് നിർവഹിച്ചു തരാൻ അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ വിശ്വാസത്തോടു കൂടിയാ അഭൗതികമായ രൂപത്തിലാ ഞാൻ. ഭൗതികം എന്ന് പറഞ്ഞാൽ നേർക്കുന്നേരെ ആചാര് ഞാൻ പറയുന്നത് കേൾക്കണ്, ആചാര് പൈസ എണ്ണണ്, കെട്ട് തരുന്ന്, ഞാൻ കൊണ്ടുപോയി കൊടുക്കണ്, അതിന് ഭൗതികമായ മാർഗം എന്നാ പറയാ. മറ്റേത് ദിവ്യമായ ഒരു ശക്തിയോട് ദിവ്യമായ കഴിവിൽ വിശ്വസിച്ച് പടച്ചോനെ സഹായിക്കണേ, അതൊരു ദിവ്യമായ ബന്ധമാണ്. അതിനാണ് പ്രാർത്ഥന. അറിയാം ഞങ്ങൾക്ക് കൊടുത്താൽ കിട്ടിയോ? ഇല്ലെങ്കിൽ പണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് തൗഹീദ്, ശിർക്ക്, എന്താണ് പ്രാർത്ഥന, എന്താണ് പ്രാർത്ഥന അല്ലാത്തത് എന്ന് പഠിപ്പിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ഉദാഹരണം വായിച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായൊരു ഉദാഹരണമാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് ഇതിൻ്റെ വിപരീതമായിട്ട് ചിന്തിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ആ കുഞ്ഞീദ് മദനിയുടെ ഒരു പുസ്തകമുണ്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് പ്രാർത്ഥന. അത് പറയാൻ അദ്ദേഹം പറഞ്ഞ ഉദാഹരണം ഞാൻ ഒന്നുകൂടി എൻ്റെ വാക്കിൽ ആ ഉദാഹരണം ഒന്ന് വിശദമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഷയിൽ പറയാട്ടോ. ഇതൊരു സാങ്കല്പിക ഉദാഹരണം കേട്ടോ. അതായത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ റോഡ് നിൽക്കുന്നിടത്ത് ഒരു കിണർ കുഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നല്ല ആഴത്തിൽ 10-25 കോല് താഴത്തേക്ക് പോകേണ്ട കിണറാണ്. ഒരു 10-20 കോല് താന്നിട്ടുണ്ട്, വെള്ളം കണ്ടിട്ടില്ല. അതുകൊണ്ട് വൈകുന്നേരം ജോലിക്കാർ പോയപ്പോൾ അതിൻ്റെ മേലെ വന്നിട്ട് പലക കെട്ടുകാണ്ട് ഓലാണ് പോയക്കാണ്. അതിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യന്മാർ പോകും, ഒരു മറയൊന്നും കെട്ടിയിട്ടില്ല, അങ്ങനെ ഇട്ട് പോയക്കുക. രാവിലെ വന്ന് പണി തുടരാൻ വേണ്ടി പോയതാണ്. ഞാൻ ഇങ്ങനെ രാവിലെ എൻ്റെ വീടിൻ്റെ പൂമുഖത്തിൽ ഇങ്ങനെ പത്രവും വായിച്ചു നിൽക്കുമ്പോൾ ഒന്ന് കണ്ടു പൊന്തിച്ചപ്പോണ്ട് എൻ്റെ വീട്ടിലെ ഒരു വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ചെറിയ കുട്ടീൻ്റെ ഇങ്ങനെ മുട്ടുത്തി പോയിട്ട് ആ കിണറ്റിൻ്റെ മേലിട്ട പാത്തിമെത്തിക്കണം പകുതി. അടുത്ത കൈ കുട്ടിയാണ് വെക്കണ കിണറ്റ് കണക്കും. ഞാൻ ഇവിടെയാണ്, ഞാൻ ഓടിയെത്താൻ സമയമല്ല, അതിന് സമയമെടുക്കും. അതിൻ്റെ മുമ്പേ കുട്ടി ആ കയ്യങ്ങോട്ട് എടുത്തു വെച്ച എൻ്റെ കുട്ടീൻ്റെ കഥ കഴിഞ്ഞ് ഒരൊറ്റ വിളി ഞാൻ കൊലയുമെന്ന്, പടച്ചോനെ എൻ്റെ കുട്ടീനെ രക്ഷിക്കണേന്ന്. അതിലപ്പുറം എനിക്കൊന്നും ചെയ്യല്ല, പടച്ചോനെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേന്ന്. എൻ്റെ വിളിയൊക്കെ പട കേട്ടുകാണ്ട് എൻ്റെ അമ്മ പാഞ്ഞു വന്ന്, ഇത് സങ്കല്പട്ടോ, എൻ്റെ അമ്മ പാഞ്ഞു വന്നിട്ട് നോക്കിയപ്പോൾ കുട്ടി, ബദ്രീങ്ങളെ എൻ്റെ കുട്ടീനെ രക്ഷിക്കണേന്ന് അമ്മാൻ്റെതായൊരു വിളി. ആകെ അലർച്ച. ഇതൊക്കെ കേട്ട് അടുക്കളയിൽ നിന്ന് എൻ്റെ പെണ്ണുങ്ങൾ പാഞ്ഞു വന്ന് എന്തേ നോക്കിയാൽ നമ്മളെ കുട്ടി. ഞാനും എൻ്റെ അമ്മയും കാണാത്ത കാഴ്ച എൻ്റെ പെണ്ണുങ്ങൾ കണ്ട്. ആ കിണറിൻ്റെ തൊട്ടടുത്തുണ്ട് എൻ്റെ അയലോക്കത്തെ രാമേട്ടൻ കൈക്കോട്ടത്തിന്. എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു, രാമേട്ടാ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ. 3 വിളി ഉണ്ടായില്ല എൻ്റെ വീട്ടിൽ നിന്ന്. 1 പടച്ചോനെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ, 2 ബദ്രീങ്ങളെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ, 3 രാമേട്ടാ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ. ഈ 3 വിളിയിലെ 2 വിളി ദുആയാണ്. 1 വിളി ദുആയല്ല, അതൊരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. ഏതാണ് ദുആ അല്ലാത്ത വിളി? ഏതാ നിങ്ങളൊന്ന് പറഞ്ഞാണി. രാമേട്ടാന്ന് വിളിച്ച്. എന്തേ? രാമേട്ടൻ അവിടെ ഉണ്ട്, എൻ്റെ ഭാര്യ കണ്ടിക്കണ്, രാമേട്ടൻ്റെ ഭാര്യൻ്റെ ശബ്ദം രാമേട്ടൻ കേൾക്കുന്നുണ്ട്, രാമേട്ടൻ കൈക്കോട്ട് അവിടെ വെച്ചിട്ട് രാമേട്ടൻ വന്നിട്ട് ഈ കിണറ്റിൻ്റെ പാലത്ത് വന്ന് കുട്ടീനെ അങ്ങോട്ട് എടുത്തു വെക്കും. അതാണ് പെണ്ണുങ്ങൾ വിചാരിച്ച്. ഞാൻ പടച്ചോനെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണം എന്ന് പറയുമ്പം പടച്ചോൻ എങ്ങനെ രക്ഷിക്കുന്ന ഞാൻ വിചാരിക്കണേ? പടച്ചോൻ എങ്ങനെ രക്ഷിക്കും? പടച്ചോനെ എങ്ങനെ രക്ഷിക്കാനും കഴിവുണ്ട്. അതാ വിശ്വാസം. ബദ്രീങ്ങളെ എൻ്റെ കുട്ടിയെ രക്ഷിക്കണം പറയുമ്പം ബദ്രീങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ബദ്രീങ്ങൾ വന്നിട്ട് കുട്ടീനെ എടുത്തുകാണ്ട് പെരി കൊണ്ടുവരുന്ന എൻ്റെ അമ്മ വിശ്വസിക്കണമല്ലോ. ബദ്രീങ്ങൾക്ക് ദിവ്യമായ കഴിവുണ്ട്, അല്ലെങ്കിൽ പടച്ചോൻ കൊടുത്ത വലിയ കഴിവുണ്ട്. ആ കഴിവുകൊണ്ട് ദിവ്യമായ രൂപത്തിൽ അവർ രക്ഷിക്കുന്ന എൻ്റെ അമ്മ വിചാരിക്കണേ. ആ ദിവ്യമായ കഴിവിനെ പ്രതീക്ഷിക്കുന്ന വിളി ഉണ്ടല്ലോ, ആ വിളിക്ക് പറയുന്ന പേരാ ദുആ. ആ ദിവ്യമായ കഴിവിൽ നാട്ടിൽ കാര്യപ്പെട്ടൊരു മൗലിയരുണ്ടായിരുന്നു. അയാൾക്ക് ചെറിയ ചികിത്സയൊക്കെ ഉണ്ട്. ഇപ്പം എനിക്കറിയാം, എൻ്റെ നാട്ടിൽ മൗലിയർ ഉസ്താദുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ മൂപ്പർക്ക് ഈ നല്ല നാടൻ മരുന്ന് നന്നായിട്ടുണ്ടാക്കും. ചില എൻ്റെ മോൾക്കൊക്കെ ഒരു അലർജി അസുഖം ഉണ്ടായിട്ട് ഒരുപാട് ആശുപത്രി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ കുറച്ച് കഷായം കുടിച്ചപ്പോൾ അത് സുഖമായി. ഞാൻ മോളെ കൊണ്ട് ചിലപ്പോൾ മൂപ്പർ ചിരിച്ചുകൊണ്ട് പറയും, ഉസ്താദെ എൻ്റെ അടുത്ത് പലജാതി ചികിത്സയുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ അത് തരില്ല കേട്ടോ, നിങ്ങൾക്ക് ഞാൻ ഈ ചികിത്സ തരുള്ളൂ, അറിയും മരുന്ന് തരുള്ളൂ. മൗലിയർക്ക് വേറെ ചികിത്സ ഉണ്ട്. മൗലിയർ തൊട്ട മാറുന്ന ആൾക്കാർ പറയും, മൗലിയർ പറഞ്ഞാൽ മാറുന്നതാണ്. അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട്. ഇനി ആ ചികിത്സിക്കുന്ന മൗലിയടുത്ത് പോയിട്ട്, മൗലിയരെ ഒരു വയറുവേദന ഉണ്ട്, ഒന്ന് മാറ്റി തരുമെന്ന് പറഞ്ഞാൽ അയാൾ അരിഷ്ടം തരും, കുടിച്ചും രോഗം മാറും, അതിന് കുഴപ്പമൊന്നുമില്ല.
ഇനിയിപ്പോൾ ആ മൂല്യർ മരിച്ചു പോയി കഴിഞ്ഞാൽ മൂപ്പര ഖബറിൻ്റെ അടുത്ത് പോയിട്ട് മൂല്യരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയറുവേദന ഉണ്ടായപ്പോൾ നിങ്ങളെടുത്ത വന്നിന് നിങ്ങളെ മാറ്റിയത് ഇപ്പോഴും വയറുവേദന ഉണ്ട് നിങ്ങൾ മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ ആ പറച്ചിലെന്താവും? അത് ദുആയാവും. അത് സഹായാർത്ഥന, ശിർക്കാകുന്ന സഹായാർത്ഥനയാവും. അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന തേട്ടത്തിൻ്റെ ഉള്ളിലാത് വരിക. അത് അള്ളാഹു അല്ലാത്തവരോട് തേടിയാൽ അതിൻ്റെ ഹുക്കുമ് ശിർക്കാണ് അല്ലേ? അപ്പൊ ഇതൊരുപാട് ഇത് സാധാരണക്കാർക്ക് അറിയാം. ഇവിടുത്തെ ഏത് സാധാരണക്കാരനും അറിയാം എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന. പിന്നെ ചില ആൾക്കാർ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കടിച്ച് പൊട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് അമ്പിയാക്കന്മാരുടെ മോജിസത്ത്, പ്രവാചകന്മാർക്ക് മോജിസത്തിലുണ്ട്. ഈസാ നബി മരിച്ചവർക്ക് ജീവൻ കൊടുത്തിട്ടില്ലേ? മണ്ണുകൊണ്ട് പക്ഷിയെ ഉണ്ടാക്കി ഊതിയപ്പോ അത് ജീവനോടെ പാറിപ്പോയിട്ടില്ലേ? അത് മോജിസത്താണ്. മൂസാ നബിന്റെ വടി നിലത്തിട്ടപ്പോ പാമ്പായി മാറിയില്ലേ? അത് മോജിസത്താണ്. അതിന്റെ മുജാഹിദികൾക്ക് മോജിസത്തുമില്ല, കറാമത്തുമില്ല. ഉണ്ട്. മോജിസത്ത് നിഷേധിക്കുന്നവൻ മുസ്ലിമല്ല. എന്തിനാ മോജിസത്ത്? നമുക്ക് പ്രാർത്ഥിക്കാനാ? അല്ലല്ലോ. മോജിസത്ത് അവർ പ്രവാചകന്മാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ മോജിസത്ത്. കറാമത്തുണ്ട്. എന്താ കറാമത്ത്? പ്രവാചകന്മാരല്ലാത്ത അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറെ അടുത്തുപോയ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ച ആളുകൾ, അവർക്ക് അറബിയിൽ പറയുന്ന പേര് ഔലിയാക്കൾ എന്നാണ്. ഔലിയാക്കൾ പ്രത്യേക വർഗമൊന്നല്ല. എനിക്കും ഇങ്ങൾക്കൊക്കെ ഔലിയാവാ. എങ്ങനെ? അള്ളാന്റെ കൽപ്പനകൾ സ്വീകരിച്ച് എല്ലാ കൽപ്പനകളും നിറവേറ്റി ഫർളായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് സുന്നത്തായ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഹറാമുകളിൽ നിന്നൊക്കെ അകന്ന് ആരാധനയിൽ മാത്രമായി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാവും. അപ്പൊ റസൂല് പറഞ്ഞതാ, പിന്നെ നമ്മളെ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്താൽ അള്ളാന്റെ കാവലുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണുന്നത് അള്ളാന്റെ കാവലുണ്ട്. പിന്നെ നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത നമ്മൾ കാണൂല, കേൾക്കൂല. നമ്മൾ അള്ളാഹുവിൻ്റെ ഔലിയല്ലേ? അങ്ങനത്തെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതത്തിലെ ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. അതിന് പറയുന്ന പേര് കറാമത്ത്. അത് വിൽക്കാനുള്ളതല്ല, അത് ബോർഡ് വെച്ച് ചികിത്സിക്കാനുള്ളതല്ല. അത് അവരെ അള്ളാഹു മറ്റുള്ളവർക്കിടയിൽ ആദരിക്കുന്ന എന്താ കറാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതൊരാദരവാണ്. അവരുടെ മഹത്വമുള്ള ജീവിതത്തിന് അള്ളാഹു നൽകുന്ന ആദരവാണത്. അത് നമുക്ക് പ്രാർത്ഥിക്കാനും നമുക്ക് ചികിത്സിക്കാനും നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനുള്ള ലൈസൻസ് അല്ല. അതിനൊന്നും നിരാകരിക്കുന്നില്ല. അതിലൊക്കെ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ജീവിതത്തിൽ കറാമത്തുകൾ ഉണ്ടാകും, സത്യമാണത്. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ മുഅ്ജിസത്തുകൾ ഉണ്ടാകും, അത് സത്യമാണ്. അതൊന്നും അവരോട് പ്രാർത്ഥിക്കാനുള്ള ഉപാധിയല്ല. നിങ്ങൾ നോക്കി സഹോദര, ഇവിടെ നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച ആൾക്കാരല്ലേ? നമ്മുടെ വിശുദ്ധ ഖുർആനിലെ 100 ചില്ലാനം പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട ആയത്തുണ്ട്. 100 ചില്ലാനം ആയത്തുകൾ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടതാ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന, മലക്കുകളുടെ പ്രാർത്ഥന, സാലിഹീങ്ങളുടെ പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥന. ഇബ്രാഹിം നബി, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്ത ഇടങ്ങേറുണ്ടായപ്പോ അള്ളാഹിനോട് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തില്ലേ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. പടച്ചോനെ ചെയ്തു പോയിട്ടോ പൊറുക്കണം കേട്ടോ. അങ്ങനെ കണ്ട് പോന്നിട്ട് പ്രവാചകന്മാർ എത്ര പ്രാർത്ഥന. ഇബ്രാഹിം നബി, മൂസാ നബി, സക്കരിയ നബി ഒക്കെ വയസ്സായി മുടിയൊക്കെ നരച്ച് ശരീരമൊക്കെ ചുളിഞ്ഞ് ഇങ്ങനെ റാട്ടമാർക്ക് വളഞ്ഞു നിൽക്കുമ്പോഴാ പള്ളിന്റെ മിഹ്റാബ് എന്ന് പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. പടച്ചോനെ അങ്ങേയറ്റത്തെ വയസ്സായിക്കണ്, പറ്റങ്ങേ തലക്കെത്തിക്കണ്, എന്തായാലും റബ്ബേ എനിക്കൊരു കുട്ടീനെ തരണം കേട്ടോ. എന്താ തേട്ടം? അങ്ങനെ തേടിയ പ്രാർത്ഥന എത്ര ഉണ്ട് പൊന്നാര സഹോദര. സത്യസന്ധമായിട്ട് ഞാൻ എൻ്റെ ശബ്ദം ഏതെങ്കിലും നിലയ്ക്ക് കേൾക്കുന്ന ആളുകളോട് സത്യസന്ധമായി ചോദിക്കട്ടെ, നിങ്ങളൊരു ഖുർആൻ പരിഭാഷ എടുത്തു വെക്കും. മുജാഹിദുകളുടെ ഖുർആൻ പരിഭാഷ ആവണ്ട. കേരളത്തിലെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട പരിഭാഷകൾ അമാനി മൗലവിയുടെ പരിഭാഷ, ചെറിയ മുണ്ടത്തിൻ്റെ പരിഭാഷ, അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മുടെ നല്ല ഉസ്താദുമാരെ എഴുതിയ പരിഭാഷ എടുക്കും. എന്നിട്ട് പ്രാർത്ഥനകളായി വന്ന ആയത്തിൻ്റെ അടിയിലൊക്കെ ഒരു വര വരയ്ക്കും. എന്നിട്ട് നിങ്ങൾ ആ ആയത്ത് ഒന്നുകൂടി ഒന്ന് വായിക്കും. റബ്ബന, അല്ലാഹുമ്മ റബ്ബി. അള്ളാഹുവിൻ്റെ പേര് വിളിച്ചുകൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ പേര് വിളിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പ്രാർത്ഥന ആരെങ്കിലും പ്രാർത്ഥിച്ചത് ഒന്ന് തെരഞ്ഞോക്കിയും? ഇല്ല.
ഇല്ല. നിങ്ങൾ തിരഞ്ഞു നോക്കേണ്ട സംശയം ഉണ്ടെങ്കിൽ അത് പോട്ടെ. നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചല്ലേ. ഞാനും 5ാം ക്ലാസ് വരെ സമസ്തന്റെ മദ്രസ പഠിച്ചതാ. നിങ്ങളൊക്കെ 7, 8, 10 ഒക്കെ പഠിച്ചോലേ കാരണം. ആ മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയിലെ പാഠപുസ്തകത്തിൽ നിന്ന് എന്തോരം പ്രാർത്ഥനകളെ പഠിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, കുപ്പായിടുമ്പോൾ, ഒന്നുണ്ടാക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും പ്രാർത്ഥനയല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ ലൈംഗികമായി ബന്ധപ്പെടുന്നവരെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂല് പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അള്ളാഹുവിൻ്റെ റസൂല് നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഉണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖിനോടോ, ബദരീങ്ങളോടോ, മമ്പുറം തങ്ങളോടോ, മുനമ്പത്ത് ബീവിയോടോ, CM-നോടോ, അല്ലെങ്കിൽ പ്രവാചകനോടെങ്കിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന യാ നബി അല്ലാ എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ യാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ യാ ബദറിലെ ശുഹദാക്കളെ എന്ന് വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനന്റെ കഷ്ണം നിങ്ങൾ ഏതെങ്കിലും നിങ്ങളെ മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? രോഗം വന്നാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? കടം കൊണ്ട് കുടുങ്ങിയാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? വിഷമുണ്ടാവുമ്പം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? ബാപ്പാക്കും മാക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? ഭക്ഷണം തന്നോൽക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? കടം കൊണ്ട് കുടുങ്ങിയവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനല്ലേ? മരിക്കാൻ കിടക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മരിച്ചോന് പ്രാർത്ഥിക്കണ്ടേ? യാത്ര പോകുന്നവന് പ്രാർത്ഥിക്കണ്ടേ? യാത്ര പോകുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ? യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒന്ന് ഒരു കഷ്ണെങ്കിലും അല്ലല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിനോട്, മലക്കുകളോടോ അല്ലെങ്കിൽ ജിന്നുകളോടോ അല്ലെങ്കിൽ പ്രവാചകന്മാരോടോ അല്ലെങ്കിൽ ഔലിയാക്കളോടോ പ്രാർത്ഥിക്കേണ്ട ഒരൊറ്റ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചോ? പിന്നെ എവിടെയാണ് സഹോദര ഈ പ്രാർത്ഥന വഴിമാറിപ്പോയത്? എവിടെയാണ്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഫലം കിട്ടുക മറ്റു ചിലരോട് പ്രാർത്ഥിക്കലാണെന്ന് ഈ സമൂഹം എവിടെയാണ് തെറ്റിദ്ധരിച്ചത്? ഒരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, അമ്മായിമ്മയും മരുവോളും തമ്മിൽ പ്രശ്നം ഉണ്ടായത്, പ്രശ്നം രൂക്ഷമായി. അപ്പോൾ എന്തോ ഒരു അബദ്ധം സംഭവിച്ചു. ഈ വീട്ടിൽ റബ്ബറിൻ്റെ പാല് ആസിഡ് ഒഴിച്ചുകൊണ്ട് സീറ്റാക്കുമല്ലോ, അതിൻ്റെ ആസിഡ് ഈ ഉമ്മാൻ്റെ മരുന്ന് വെക്കുന്ന സ്ഥലത്ത് ഈ ആസിഡിൻ്റെ കുപ്പി എങ്ങനെയോ എത്തി. ഈ ഉമ്മ മരുന്നിന് പകരം ഈ ആസിഡ് എടുത്ത് കുടിച്ച്, വലിയ മരിച്ചൊന്നുമില്ല, അത് വളരെ നൈസാക്കി ആസിഡിലേക്ക് കയറാം, പക്ഷെ അത് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഉമ്മ ഉറപ്പിച്ച് അത് ഓള് ചെയ്തതാണ്. ആര്? മരുവോള് തീർത്ത് പറഞ്ഞു ഞാനല്ല, സംഗതിക്ക് വല്ല ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യൂല. അവസാനം പല മദ്യവും പറഞ്ഞ് നടന്നില്ല. അവസാനം പറഞ്ഞു ഓള് സത്യം ചെയ്യട്ടെ. എന്ത്? ഞാനല്ല ചെയ്തതെന്ന്. ആയിക്കോട്ടെ, പള്ളിക്കുന്ന് പറ്റൂല, അമ്പർത്ത് വേണം പറഞ്ഞു. അള്ളാനേക്കാളേറെ ചില ആൾക്കാർക്ക് വിശ്വാസം. അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, ചില ആളുകളോട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അവർക്ക് വല്ലാത്ത പ്രയാസാവും. നിങ്ങൾ അള്ളാഹിനോടെ പ്രാർത്ഥിക്കാവൂ, അള്ളാഹിനോട് മാത്രമേ സഹായം തേടാവൂ എന്ന് പറഞ്ഞാൽ ഓല മനസ്സ് വേവലാതിയാവും. എന്നാൽ പ്രാർത്ഥിക്കാനും സഹായം തേടാനും അള്ളാഹു അല്ലാത്തവരുടെ പേര് കേട്ട വലിയ സന്തോഷ. അവിടെ ദീർഘണ്ട് പോയോക്കല്ലേ, ഇവിടെ ഒരാളുണ്ട് പോകല്ലേ, അവിടെ നേർച്ചണ്ട് അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ടാകല്ലേ, എന്തൊരു സന്തോഷം. അതിന് പൈസ മുടക്കാനും. ഞാനിങ്ങനെ പാലക്കാട്ട് നിന്ന് പോരുമ്പോൾ മണ്ണാർക്കാട് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണത്തിന് മുമ്പ് പടച്ചോനെ അവിടെ ഉണ്ട് ഒരു സ്ഥലത്ത് എന്തോന്ന്, ഏതോ ദിവസമാണ് ബസ് മുഴുവൻ കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട് താത്താർ. എന്നിട്ട് എനിക്ക് എത്ര സ്ഥലത്ത് കിട്ടി? 12 കിട്ടി, എനിക്ക് 18 കിട്ടി, മറ്റവർക്ക് ഇത്ര കിട്ടി. എന്ത്? ഞാൻ അങ്ങനെ ആലോചിക്കേ, സ്വന്തം പെരീ കുത്തിർന്ന് പടച്ചോനെ എന്ന് വിളിച്ചാൽ കേൾക്കുന്ന പടച്ചോണ്ടായിരിക്കേ, ആ പടച്ചോനെ വിട്ടിട്ട് ആ സാധുക്കൾ വരുന്ന ബരവോക്കണികൾ എടങ്ങേറായിട്ട് എന്തൊരു ത്യാഗമാണ്. അറിവില്ലാത്തതിൻ്റെ ദുരന്തം അനുഭവിക്കല്ലേ അവർ. അല്ലാഹു തആല ഖുർആനിൽ പച്ചക്ക് പറഞ്ഞാണ്, മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിക്കുക. എന്താ ചോദിക്കുക? പടച്ചോൻ എവിടെയാണ്? ഞങ്ങൾ വിളിച്ചാൽ കേൾക്കുമോ? ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമോ? ഞങ്ങളുടെ ദുആ സ്വീകരിക്കുമോ എന്നൊക്കെ ഓർക്ക് സംശയം ഉണ്ടാകുമേ. അങ്ങനെ അവർ നിന്നോട് ചോദിക്കുമ്പോൾ നീ പറയേണ്ട മറുപടി എന്താ അറിയോ? ഫഇന്നീ ഖരീബ്, ഞാൻ അവരുടെ ഏറ്റവും അടുത്തു തന്നെയുണ്ട്.
ആരാണോ എന്നെ വിളിക്കുന്നത് ആ വിളിച്ചവന് ഞാൻ ഉത്തരം നൽകും. അല്ലാഹ് എന്താ പറഞ്ഞേ? എന്നെ വിളിച്ചാൽ ഞാൻ കൊടുക്കാന്ന്. നമ്മുടെ ചില സഹോദരന്മാർ പറയണേ, നമ്മൾ വിളിക്കുന്നത് അള്ളാഹിനെ ഒഴിവാക്കിയിട്ടല്ല. അള്ളാഹു ചില മഹാന്മാർക്ക് വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് മരിച്ചാലും അവസാനിക്കാത്ത കഴിവുകളാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ തരുന്നത് അള്ളാഹുവിൻ്റെ കഴിവിൽ നിന്നായതുകൊണ്ട് അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ടേ. പൊന്നാര സഹോദര, അള്ളാഹ് പറഞ്ഞോ ഞാൻ കൊടുക്കാനുള്ളതൊക്കെ ചില ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നോട് ചോദിച്ചാരും വരണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓലോട് ചോദിച്ചോളി, ഓലത്തുള്ളത് ഞാൻ കൊടുത്തതാണ്, അത് അവിടുന്ന് വാങ്ങിക്കോളി, ഇന്നോട് ചോദിക്കണ്ട എന്നാണോ റബ്ബ് പറഞ്ഞ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓല വിളിക്കാം. അങ്ങനെയല്ലല്ലോ പടച്ചോൻ പറഞ്ഞത്. റബ്ബ് ഖിയാമത്ത് നാൾ വരെ ഒരു മുസ്ലിം ജീവിതത്തിൽ പുലർത്തേണ്ട ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞില്ലേ, എന്നോട് ചോദിച്ചോളി ഞാൻ തരാം. ആ അള്ളാഹുവിനോടല്ലാതെ ചോദിക്കുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചില്ലേ പ്രവാചകൻ ഖുർആനിലൂടെ? അല്ലേ? അത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചില്ലേ അള്ളാഹു ഖുർആനിലൂടെ? അപ്പോ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണം. അതിൽ അബദ്ധങ്ങൾ ഉണ്ടാവരുത്, തെറ്റിപ്പോകരുത്, ഒരു ചെറിയ ഭ്രംശം പോലും ഉണ്ടാവരുത്. അത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. പാരത്രിക ജീവിതത്തിൽ കാലാകാലം നരകത്തിലെത്തും. ദുന്യാവിലോ ഒരു സമാധാനം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറയണേ, അല്ലദീന ആമനൂ, ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിന്റെ കൂടെ ശിർക്കിന്റെ തരി പോലും കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വം ഉണ്ടാവുക, വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ. ആര്? ശരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദുന്യാവിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പേടി ഉണ്ടാവില്ല, ഒരു മാനസിക രോഗം ഉണ്ടാവില്ല, ഒരു ഉത്കണ്ഠ ഉണ്ടാവില്ല. പടച്ചോനാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ തരുന്നത്. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, അല്ലാഹ് ചോദിക്കുന്നുണ്ടേ, മനുഷ്യന്മാർക്ക് അല്ലാഹ് പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാന്റെ അടിമക്ക് അല്ലാഹ് പോരെ? ഈ മഹാപ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കി സംരക്ഷിക്കുന്ന അല്ലാഹ് ഉണ്ടായിരിക്കെ ആ അല്ലാഹ് ഇന്നോട് ചോദിച്ചോളി ഞാൻ തരാന്ന് പറഞ്ഞിരിക്കെ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മരിച്ചുപോയ സാധു മനുഷ്യനെ വിളിച്ചുകാണ്ട് തേടണോ? ഈ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ നിങ്ങൾ ചോദിച്ചോളി ഞാൻ തരാന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നമ്മൾ വിട്ടു പോണോ? അല്ലേ? അല്ലാഹ് റെഡിയാ തരാൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ അഭൗതികമായ ഏത് പ്രാർത്ഥനകളും ഏത് സഹായതേട്ടങ്ങളും അത് പടച്ച റബ്ബിനോട് മാത്രമാക്കുക. ജിന്നിനോടോ മലക്കിനോടോ മറ്റാരോടും ആ പ്രാർത്ഥന വഴിമാറിപ്പോകാതിരിക്കുക. അത് ശിർക്കിലേക്ക് നയിക്കും. ആ ശിർക്ക് നമ്മൾ ചെയ്താണ്ടല്ലോ കാലാകാലം മോചനമില്ലാതെ നരകത്തില. ഇത്ര കൊല്ലൊന്നൊന്നുമില്ല, അനന്തമായ കാലം. എന്നാലോ ആ ശിർക്കില്ലാതെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ നല്ല ജീവിതം കെട്ടിപ്പടുക്കാനായാലോ സന്തോഷം, സ്വർഗം, ആ അനന്തമായ ആ ഭൗമമായ ആ വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാനാവാത്ത, മരണമില്ലാത്ത, വാർദ്ധക്യമില്ലാത്ത, അറ്റമില്ലാത്ത, രോഗമില്ലാത്ത, സങ്കടങ്ങളും പ്രയാസങ്ങളുമില്ലാത്ത ആ വലിയ സ്വർഗത്തിൻ്റെ അവകാശികളായി നമുക്ക് മാറാം. അല്ലാഹു തആല തൗഹീദ് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ തൗഹീദിനു വേണ്ടി ജീവിതാവസാനം വരെ പ്രവർത്തിക്കുവാനും അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്തായ ആശയം അത് പ്രചരിപ്പിക്കാനും അത് പറഞ്ഞു കൊടുക്കാനുമുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ച മുൻഗാമികളായ പൂർവസൂരികളായ മുഴുവൻ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ കാലഘട്ടത്തിലും പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങളിലൂടെ തൗഹീദി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം വരെ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഭിമാനം ഇടിഞ്ഞു പോകുന്ന കടബാധ്യതകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും
രക്ഷിക്കുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെട്ടാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമുക്ക് വേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി കൊടുക്കട്ടെ. നമ്മുടെ പലരുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, രോഗികളാണ്, വൃദ്ധന്മാരാണ്, പ്രയാസപ്പെടുന്നവരാണ്. ആ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളെ വേദനിപ്പിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് പോകുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ കാലഘട്ടത്തിലാണ്. ലിബറലിസവും നാസ്തിക വിശ്വാസങ്ങളും വേട്ടയാടുന്ന നമ്മുടെ പാവപ്പെട്ട മക്കളെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിർ മുദ്നിബീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ റബ്ബനാ ഗഫിർ ലനാ വലിവാലിദീനാ, അല്ലാഹുമ്മ റബ്ബനാ ഗഫിർ ലനാ വലിവാലിദീനാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഈ ദയവായി വിഭാഗം ചുമതലയുള്ള ജമാൽദ്ദീൻ മൗലവികളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സമയം വൈകി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ ഈ പ്രദേശത്ത് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. കേരള നദ്വത്തുൽ മുജാഹിദീൻ രണ്ടത്താണി മണ്ഡലം അതിൻ്റെ ദഅ്വാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് മുജാഹിദ് ആദർശ പ്രഭാഷണ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നാട്ടിലുള്ള ആരോടും ഒരു വൈരാഗ്യത്തോടോ അല്ലെങ്കിൽ ഒരു ഫിത്നക്കോ വന്നവരല്ല, മറിച്ച് ഈ കേരളത്തിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയ്ക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് തീർത്തും ഇവിടെ സംസാരിച്ച 3 പണ്ഡിതന്മാരും വളരെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അതുപോലെ തന്നെ ഷിർക്കിൻ്റെ ഗൗരവത്തെക്കുറിച്ചും എന്താണ് തൗഹീദ് എന്നുമൊക്കെ വളരെ വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ട കാട്ടിലങ്ങാടിയിലെ പ്രവർത്തകരോട്, സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഈ പ്രസ്ഥാനത്തിനിക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അതുപോലെ ഇവിടെ അധ്യക്ഷം വഹിച്ചിട്ടുള്ള ബഹുമാന KNM-ൻ്റെ രണ്ടത്താണി മണ്ഡലം പ്രസിഡന്റ് അലിബി സാഹിബ് അദ്ദേഹത്തിനിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാഗതം പറഞ്ഞിട്ടുള്ള VT തങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മോട് സംസാരിച്ച അനസ് സ്വലായി കോയിച്ചന, അതുപോലെ അബ്ദുൽ ബാരി ബുസ്താനി, അതുപോലെ അലി ഷാക്കിർ മുണ്ടേരി, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇന്ന് രാവിലെ മുതൽ നിങ്ങളെല്ലാവരുടെ വീട്ടിലേക്കും വന്നിട്ടുള്ള KNM-ൻ്റെയും ISM-ൻ്റെയും പ്രവർത്തകർ ഓരോ പ്രവർത്തനങ്ങളുമായി ലഘുലേഖയുമായി പ്രിയമുള്ള സഹോദരങ്ങളെ സ്ക്വാഡ് വർക്ക് നടത്തിയിട്ടുള്ള ISM-ൻ്റെയും KNM-ൻ്റെയും പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുള്ളവരൊക്കെ ഈ ദഅവത്തിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഇനിയും പറഞ്ഞു തരാൻ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.